ഹലോ എവരിവൺ, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ iQOO Neo 10R അതുപോലെ തന്നെ നമ്മുടെ നത്തിങ് ഫോൺ 3A Pro ഇവർ തമ്മിലാണ് കോമ്പറ്റീഷൻ വന്നത്. സോ ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ റേജിങ് ബ്ലൂ എന്നുള്ള കളറും ആൻഡ് ഇത് നമ്മുടെ ഗ്രേ എന്നുള്ള കളറുമാണ്. സോ യു ക്യാൻ സി ഡിസൈൻ വൈസ് ഇതൊരു ഏലിയൻ ടൈപ്പ് ഓഫ് ലുക്കിംഗ് ആണ്. ബിക്കോസ് ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് ഡിസൈൻ ആണ്. എനിവേസ് ഞാൻ ഡിസൈൻ ഏരിയ അങ്ങ് സ്കിപ്പ് ചെയ്യാണ്. ആൻഡ് മെയിൻലി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാമറ സെഗ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചു ഈ ടൈം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് ഫ്രം ദ ക്യാമറ UI എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ക്യാമറ സ്പെക്സ് ചെയ്യാൻ പറയാം, അതിന് ഞാൻ ക്യാമറ UI എന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ രണ്ടിനും നൈറ്റ് മോഡ് 0.6 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1x 2x ആൻഡ് മാക്സിമം അപ് ടു 10x വരെ പോകാൻ പറ്റും. ഇവിടെ ഓൺ ദ നത്തിങ് ഫോൺ 3 Pro 0.6x 1x 2x 3x 6x ആൻഡ് ഓൾ ദ വേ അപ് ടു 60x വരെ നൈറ്റ് മോഡിൽ പോകാൻ പറ്റും കേട്ടോ. ആൻഡ് ദെൻ ഓൺ ദ ടോപ്പ് നമുക്ക് നമ്മുടെ പനോരമിക് നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ലോങ് എക്സ്പോഷർ മോഡ് കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ സൂപ്പർ മൂൺ മോഡ് കിട്ടുന്നുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് മാക്രോ ഫോട്ടോഗ്രാഫി. നമ്മുടെ X200 Pro എന്നൊക്കെ ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്ക് സൂം ചെയ്ത് മാക്രോ ഇട്ട് പോകാം. ആ സെയിം സംഭവം നമുക്ക് നമ്മുടെ നത്തിങ് ഫോൺ 3A Proയിൽ കിട്ടുന്നത്, വിച്ച് ഈസ് റിയലി നൈസ്. ആൻഡ് ഞാൻ ഹൈലി സ്ട്രഗിൾ ചെയ്തു ഒരു മാക്രോ ഷോട്ട് ഇതിനകത്ത് എടുക്കാൻ വേണ്ടി. ഞാൻ ക്യാമറ സാമ്പിൾസ് ഇട്ട് വരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി ബിഗ് അഡ്വാൻറ്റേജ്. ആൻഡ് നെക്സ്റ്റ് സ്നാപ്ഷോട്ട് എന്നൊരു മോഡ് ഉണ്ട് കേട്ടോ. ആൻഡ് ദെൻ കമ്മിങ് ടു ദ പോർട്രേറ്റ്. സോ പോർട്രേറ്റിനകത്ത് ഇവിടെ നമുക്ക് ഹൈ ഫ്ലെക്സിബിലിറ്റി 1x 2x 3x 4x എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് 1x ആൻഡ് 2x. ആൻഡ് ദെൻ നമുക്കിത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൻ്റെ എഫക്ട്സ് മാറ്റാൻ പറ്റും. ഇത് കണ്ടോ, കുറച്ച് എഫക്ട്സ് ഉണ്ട്, ഒരു 4-ഓളം എഫക്റ്റുകളുണ്ട്. ആൻഡ് അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ സ്ട്രെങ്ത് കൂടണം കുറക്കണം, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ദെൻ കമ്മിങ് ബാക്ക് ഇതാവുമ്പോൾ നമുക്ക് ഫേസ് റീടച്ചിങ് നാച്ചുറൽ വേണോ സ്ട്രോങ് വേണോ, ഞാനിപ്പോൾ റീടച്ചിങ് ഓഫ് ചെയ്തിട്ടേക്കാണ്. ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മുടെ ഗ്ലിഫ് നമ്മുടെ ഫ്ലാഷ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ്. ആൻഡ് ദെൻ നമ്മുടെ നോർമൽ ടൈമർ. ആൻഡ് ദെൻ സം ഫിൽറ്റേഴ്സ് കുറച്ചുണ്ട് കേട്ടോ, കുറച്ചധികം ഫിൽറ്റേഴ്സ് ഉണ്ട്. ആൻഡ് പിന്നെ ഗ്രിഡ്, കറക്റ്റ് പൊസിഷന് വേണ്ടി ഗ്രിഡ്, പിന്നെ ആസ്പെക്ട് റേഷ്യോ, പിന്നെ നമ്മുടെ മോർ സെറ്റിങ്സ്. ഞാൻ ജസ്റ്റ് ഒരു മോർ സെറ്റിങ്സ് കാണിച്ചു തരാം. സോ നമുക്ക് പ്രീസെറ്റ്സ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ആൻഡ് ദെൻ നമ്മുടെ ഷട്ടർ സൗണ്ട് ലെവല് മീൻസ് ആ ഒരു ഓറിയൻറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഉണ്ടോ, ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു ലെവൽ കണ്ടോ, ഇപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ അതനുസരിച്ച് കണ്ടോ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, കണ്ടോ പെർഫെക്റ്റ് ആണെങ്കിൽ കണ്ടോ ഇങ്ങനെ വരും. ഓക്കെ, സോ ഒരു ലെവൽ മീറ്ററിങ് പോലൊരു ഐറ്റം. ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ വാട്ടർമാർക്ക്, പിന്നെ ടാപ്പ് ടു ടേക്ക് ഫോട്ടോ, പ്രസ് ആൻഡ് ഹോൾഡ് ഷട്ടർ. ദാറ്റ് മീൻസ് നമ്മൾ ഫോട്ടോ മോഡിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഷട്ടർ ഞെക്കുമ്പോൾ എന്ത് സംഭവിക്കണം എന്നാണ്. ഇപ്പോൾ ഞാൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തപ്പോൾ ഉണ്ടോ വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി അത് വീഡിയോ വേണ്ട ബേസ്റ്റ് ഷോട്ട് വേണോ, അങ്ങനത്തെ ഏതാണ് ഓപ്ഷൻസ് വേണ്ടതെന്നാണ് കേട്ടോ. അത് നമുക്ക് അതനുസരിച്ച് മാറ്റാൻ പറ്റും. അതാണ് പ്രസ് ആൻഡ് ഹോൾഡ് ഷട്ടർ. പിന്നെ അൾട്രാ XDR, ദാറ്റ് മീൻസ് കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൂട്ടി കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഇച്ചിരി കത്തണ ഐറ്റം പോലെ ട്രൈ ചെയ്യുന്ന ഐറ്റമാണ് അൾട്രാ XDR. സോ ആൻഡ് ദെൻ വീഡിയോ ഡീകോഡിങ് ചെയ്ത് കാണുമ്പോൾ അങ്ങനത്തെ രണ്ട് ഓപ്ഷൻസ്. സോ ദാറ്റ്സ് ഇറ്റ് ഇൻ ദ ബേസിക് സെറ്റിങ്സ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ പോർട്രേറ്റ്. ഇവിടെ നമുക്ക് വരുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ആൻഡ് ദെൻ ഗോയിങ് ബാക്ക് നമ്മുടെ ഫേസ് റീടച്ചിങ്. ഇവിടെ ജസ്റ്റ് ഞാൻ കാണിച്ച പോലെ നമുക്ക് ഒറ്റ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പോർട്രേറ്റ് മോഡ് അതും കൂടെ ഉണ്ടോ, റീടച്ചിങ് എന്ന് പറഞ്ഞ ഒറ്റ ഓപ്ഷൻ മാത്രമാണ്. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നാച്ചുറൽ, സ്മൂത്ത്, സ്കിൻ ടോണ്, വൈറ്റനിങ്, ഫ്രോണ്ടൽ അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, പ്രൊഫൈൽ, ഫേഷ്യൽ ഫീച്ചേഴ്സ്, അങ്ങനെ ഇച്ചിരി ഡെപ്തിയിട്ട് പോകുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഒരു ഡെഡിക്കേറ്റഡ് ബ്യൂട്ടി മോഡ് ഉള്ളതുപോലെ. ആൻഡ് നെക്സ്റ്റ് നമുക്കിത് ഇവിടെ ഈ ഉണ്ടോ, ഇവിടെ നമുക്ക് കുറച്ച് പ്രീമിയം ടൈപ്പ് ഓഫ് സ്റ്റൈൽസ് ഉണ്ട്. ലൈക്ക് നാച്ചുറൽ, ടെക്സ്ചേർഡ്, ക്രിസ്പ്, വിൻറ്റേജ്, നോട്ടിക്കൽ, ഗ്രേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പാനിങ്, ഫ്ലാഷ് പോർട്രേറ്റ്, വെഡ്ഡിങ്. സോ കുറച്ച് നൈസ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്കിത് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ പോർട്രേറ്റ്. പക്ഷേ 1x 2x വരെ നമുക്ക് ലിമിറ്റേഷനേ ഉള്ളൂ. വേഴ്സസ് അവിടെ നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്കിത് 4x വരെ പോകാൻ പറ്റുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി അതിനകത്ത് ഫോട്ടോയുടെ കാര്യം പറയുകയാണ്. ആൻഡ് ഫോട്ടോയ്ക്കകത്ത് നമുക്കിത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വിവിഡ്, ടെക്സ്ചേർഡ്, നാച്ചുറൽ. ഇപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ ഫോട്ടോസ് ലൈക്ക് ഇപ്പോൾ നത്തിങ് ഫോൺ 3A Pro ക്ലോസ് ടു നാച്ചുറൽ എന്ന് ഞാൻ പറയും ഓൾമോസ്റ്റ്. സോ അങ്ങനത്തെ രീതിയിൽ ഫോട്ടോസ് നാച്ചുറൽ എടുക്കാം. പിന്നെ ടെക്സ്ചേർഡ് കുറച്ചും കൂടെ ആ ഒരു ഡീറ്റെയിലിങ്ങിനെ പ്രയോറിറ്റൈസ് ചെയ്ത് അത്ര നാച്ചുറൽ അല്ല അത്ര വിവിഡും അല്ല, അതാണ് ടെക്സ്ചേർഡ്. സോ ഇറ്റ്സ് അപ്പോൺ യു. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞാണ്. ആൻഡ് നെക്സ്റ്റ് 0.6x 1x 2x ആൻഡ് ഓൾ ദി അപ് ടു 10x വരെയാണ് ഫോട്ടോയിൽ പോകാൻ പറ്റും. വേഴ്സസ് 60x വരെ പോകും കേട്ടോ. യു ക്യാൻ സി ഉണ്ടോ 60x വരെ നമുക്ക് ഫോട്ടോയിൽ പോകാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ആൻഡ് എവിടെയും കുറച്ച് സ്റ്റൈൽസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റൈൽസിനകത്ത് മാസ്റ്റർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വിൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുണ്ടോ ഇങ്ങനത്തെ ആ ബോർഡർ ഫ്രെയിമൊക്കെ വന്ന ഐറ്റംസ്, പിന്നെ കുറച്ച് ഫിൽറ്റേഴ്സ്. ഓക്കെ, സോ
ആൻഡ് നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, വീഡിയോയ്ക്കകത്ത് ഇവിടെ നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് ഇവിടെ നമുക്ക് ഇതിനകത്ത് OS ഉള്ള ഒരു ഫോണാണ് നമ്മുടെ നത്തിങ് ഫോൺ 3 Pro. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോഗ്രാഫിക്ക് ഒരു മോഡ് വന്നിട്ടില്ല. അതെന്താ കാരണം എന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് നോക്കിയാൽ അൾട്രാ സ്റ്റെബിലൈസേഷൻ ആ വിവോയിൽ കാണുന്ന പോലെ തന്നെ 1080p അറ്റ് 30 FPS അല്ലെങ്കിൽ ഷോയു അൾട്രാ സ്റ്റെബിലൈസേഷൻ കിട്ടും 1080p അറ്റ് 60 FPS വരെ. ആൻഡ് എപ്പോൾ നമ്മൾ 4K സ്വിച്ച് ചെയ്യണോ അപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ കിട്ടും. അപ്പോൾ ഏത് മോഡിലായാലും നമുക്ക് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. മാക്സിമം സ്റ്റെബിലൈസേഷൻ വേണമെങ്കിൽ 1080p അറ്റ് 60 FPS ഷൂട്ട് ചെയ്യുക. ആൻഡ് മിനിമം മതിയെങ്കിൽ വാട്ട് യു കോൾ നമ്മുടെ 4K അറ്റ് 30 അല്ലെങ്കിൽ 60 ഷൂട്ട് ചെയ്യും. സോ ദാറ്റ്സ് എ വെരി നൈസ് അഡ്വാൻറ്റേജ്. ഞാൻ അതിൻ്റെ വീഡിയോ സാമ്പിൾസ് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം. ആൻഡ് വീഡിയോയ്ക്കകത്ത് 1x 2x to the 10x വരെ പോകാൻ പറ്റും. ലെറ്റ്സ് സി ഐ തിങ്ക് ഇത് 8x വരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. 1x 3x ആൻഡ് ഓൾ ദ ടു 8x വരെ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഇതിനകത്ത് എടുക്കുന്ന സാമ്പിൾസ് ഇതിനകത്ത് ഒരു 2x മാക്സിമം പറഞ്ഞൊരു 3x 2x വരെ ഓക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഷോ കാര്യം. പക്ഷേ ഇതിനകത്ത് അപ് ടു 5x വരെ ഓക്കെയാണ്. ഓക്കെ, സോ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ മോറിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 50 mm ഡെഡിക്കേറ്റഡ് മോഡ്, പാനോറമിക്, അൾട്രാ വൈഡ് ഡോക്യുമെൻറ്റ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ലോങ് എക്സ്പോഷർ, സൂപ്പർ മൂൺ മോഡ്, പ്രോ മോഡ്, ലൈവ് ഫോട്ടോ, ഫിഷ് ഐ. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ലോ മോഷൻ, ടൈം ലാപ്സ്, പാനോറമിക്, എക്സ്പെർട്ട് പറഞ്ഞിട്ട് പ്രോ മോഡ്, അത് 2 പേർക്ക് അവൈലബിൾ ആണ്. ആൻഡ് വീഡിയോയിൽ 2 പേർക്കും ഇല്ല. ആൻഡ് വേറൊരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് കാണിച്ചു തരാം. നമുക്ക് പോർട്രേറ്റ് വീഡിയോ എന്ന് പറഞ്ഞ സാധനം ഇതിനകത്തില്ല. 2 സാധനങ്ങളാണ് മേജർ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഒന്ന് സ്റ്റെബിലൈസേഷൻ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മോഡ് മിസ്സിംഗ് ആയിരുന്നു. പോർട്രേറ്റ് വീഡിയോ ദറ്റ് ഷുഡ് ബി ഹാവ് എന്ന് പറയുന്നൊരു ഫീച്ചറാണ് പോർട്രേറ്റ് വീഡിയോ. കുറേ പേര് ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ അങ്ങനത്തെ ഒരു പോർട്രേറ്റ് വീഡിയോ ഞാൻ 2-3 പ്രാവശ്യം പല രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ബട്ട് ഐ കുഡൻ സീ ഇറ്റ് എനിവേ. യു ക്യാൻ സീ ഉണ്ടോ അങ്ങനത്തെ ഒരു പോർട്രേറ്റ് വീഡിയോയിൽ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് നമുക്ക് നമ്മുടെ എഫിലേക്ക് കഴിഞ്ഞാൽ തന്നെ അതേ ബൊക്കെ മോഡ് ഓൺ ആക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് അതേ 4K അറ്റ് 60 FPS എപ്പോൾ നമ്മൾ ഇത് ഓൺ ആക്കണം അപ്പോൾ അതേ 1080p അറ്റ് 30 FPS ഇട്ട് ബൊക്കെ മോഡ് നമുക്ക് കിട്ടും. ഇറ്റ്സ് എ റിയലി നൈസ് തിങ്. പക്ഷേ ഇതിനകത്ത് കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആണ്. ഡെഫിനറ്റ്ലി കേപ്പബിൾ ഹാർഡ്വെയർ. ഫോർ എക്സാമ്പിൾ OS ഉണ്ട്, പക്ഷേ ഒരു OS സ്റ്റെബിലൈസേഷൻ മോഡ് നൽകിയിട്ടില്ല. പോർട്രേറ്റ് മോഡിയൊക്കെ പുട്ടുപോലെ എടുക്കാൻ പറ്റും. നല്ല കേപ്പബിൾ ഹാർഡ്വെയർ ഉള്ള ക്യാമറാസാണ്. ബട്ട് അവരൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പോർട്രേറ്റ് മോഡ് നൽകിയിട്ടില്ല. പിന്നെ വേറെ സംഭവിച്ചത് നമുക്ക് ഇവിടെ ഉണ്ടാവും ഫോട്ടോ മോഡിനകത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക കുറച്ചും കൂടെ നൈസായിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ അവർ തന്നെ കുറച്ച് പ്രീ അപ്ലൈഡ് ഫിൽറ്റേഴ്സ് പോലത്തെ കുറച്ച് സാധനങ്ങളുണ്ടാവും. സോഫ്റ്റ് ഫോക്കസ് ഫോട്ടോ എടുക്കണം ഓട്ടോമാറ്റിക്കായിട്ട് അത് ടാപ്പ് ചെയ്ത് അപ്പം തന്നെ ഏത് മോഡിൽ നിൽക്കുകയാണോ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇതേ പോർട്രേറ്റ് മോഡിൽ 50 mm പോയി നിൽക്കും. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിൽ അതും എനിക്ക് തോന്നുന്നു ആ സെയിം ഫോട്ടോയിൽ 50 mm വന്നു കേട്ടോ. ഫോട്ടോയിൽ 50 mm പോയി നിൽക്കും. അതേപോലെ നെക്സ്റ്റ് വൈഡ് ആംഗിളാണ് 0.6 mm പോയി നിൽക്കും ഫോട്ടോയിൽ ഉണ്ടോ. അങ്ങനത്തെ ഒരു പ്രീ അപ്ലൈഡ് ആയിട്ടൊരു സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ലെൻറ്റിക്കുള്ള ഫുള്ളൊരു സ്ട്രൈപ്പ് അത് ഞാൻ കാണിച്ചു തരാം സാമ്പിൾസ് ഇട്ട് മതി. പിന്നെ നമ്മുടെ ക്ലോസപ്പ് മാക്രോ അതെനിക്കൊന്ന് 6x പോയി നിൽക്കും. 6x മാക്രോ മോഡിൽ പോകും. അങ്ങനത്തെ കുറേ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. പക്ഷേ അത് ഇവിടെ ഇല്ല. അത് ഡിപ്പെൻസ് അപ്പോൺ യുവർ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് ഞാൻ പറയും. Q Neo 10R ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉണ്ടല്ലോ, ഞാൻ ഫ്രണ്ട് ക്യാമറ സ്വിച്ച് ചെയ്യാം. സോ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ 4K അറ്റ് 30 FPS ആണ്. സ്റ്റെബിലൈസേഷൻ ഇല്ല. IQ Neo 10R ആണ്. IQ Neo 10Rനകത്ത് പക്ഷേ 1080p അറ്റ് 30 FPS ഇടാക്കാം. ഞാൻ 1080p അറ്റ് 30 FPS യു ക്യാൻ സി എ സ്റ്റഡി ഫേസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെബിലൈസേഷൻ മോഡ് വീഡിയോഗ്രാഫിയിലുണ്ട്. ആൻഡ് ഓവർ ഹിയർ ഇവർ അങ്ങനത്തെ ഒരു സെറ്റപ്പേ ഇല്ല. നമ്മുടെ ഇവിടെ യു ക്യാൻ സി വീഡിയോഗ്രാഫിയിൽ അങ്ങനത്തെ ഫ്രണ്ട് ക്യാമറ ആക്കാം. ഓക്കെ ഉണ്ടോ, അങ്ങനത്തെ ഒരു മോഡേ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ നമ്മുടെ ആ ഒരു സ്റ്റൈൽസ് LUT കാര്യങ്ങൾ മൊത്തം നമുക്കിത് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. യു ക്യാൻ സി ഉണ്ടോ ഫ്രണ്ട് ക്യാമറയിലാണ് കേട്ടോ മൂവി LUTs ഫിൽറ്റേഴ്സ് ലോട്ട് ഓഫ് സ്റ്റഫ്സ് ഇൻ ദ വീഡിയോഗ്രാഫി വെച്ച് കണ്ടോ. ഇഷ്ടം പോലെ നൊസ്റ്റാൾജിയ, റെട്രോ, ക്ലാസിക്, മ്യൂട്ട്, ഓട്ടം, സൈബർ പങ്ക് അങ്ങനത്തെ ഇഷ്ടം പോലെ ഐറ്റംസ്. പിന്നെ ഫിൽറ്റേഴ്സ്, സ്റ്റൈൽസ്, ലോട്ട് ഓഫ് ഐറ്റംസ്. ഊഫ് മാൻ. സോ ഇച്ചിരി കസ്റ്റമൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വീഡിയോഗ്രാഫിയിൽ കുറച്ചും കൂടെ ഹെവി ആയിട്ട് ഇത് കണ്ടോ നമ്മുടെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. നെക്സ്റ്റ് ഫ്രണ്ട് ക്യാമറയിൽ വരെ നമുക്ക് ഇതിനകത്ത് പോർട്രേറ്റ് വീഡിയോ ഇടുന്നുണ്ട്. ഇവിടെ നമുക്ക് റിയർ ക്യാമറ പോർട്രേറ്റ് വീഡിയോ ഇല്ല. സോ ഫ്രണ്ട് ക്യാമറ നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു റെഫറൻസ് വേണ്ടി കാണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഓപ്ഷനേ സാധനങ്ങളൊന്നുമില്ല ഇവിടെ ജസ്റ്റ് ബേസിക് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളൂ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു മോഡ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ അതൊരു നൈസ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇത്രയും ഫിൽറ്റേഴ്സ് ഇവിടെ നമുക്ക് ആ ഫിൽറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. സോ ജസ്റ്റ് എ പ്ലെയിൻ ഔട്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് നമുക്കിത് ഇവിടെ നമ്മുടെ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നണ്ണ് കൊടുക്കാം. ആൻഡ് ഇവിടെ തന്നെ നമുക്ക് 1x മുതൽ 2x വരെ സ്വിച്ച് ചെയ്യാൻ പറ്റും ഫോട്ടോയുടെ ഉള്ളിലിട്ടോ. ആൻഡ് ലെറ്റ്സ് സി ഇവിടെ എനിക്ക് തോന്നുന്നു 1x 1.2x മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ലെറ്റ്സ് സി ഐ വിൽ ഷോ യു 1.2x 1x ഇത് 2 ഓപ്ഷൻസേ ഉള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ഫേസിൽ
താങ്ക്ഫുള്ളി ഒരു റീടച്ചിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് എൽസ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ അതേ ഫിൽറ്റേഴ്സ് നോക്കി ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. സോ ഇറ്റ്സ് അപ് ടു യു. ഞാനിപ്പോൾ ഇതിനകത്ത് ഉള്ള മോഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം. ക്യാമറ സാമ്പിൾസ് കണ്ടു ഞാൻ രണ്ടിൻ്റെ ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു തരാം. സോ ഡിസ്പ്ലേ സെറ്റിങ്സ് സോ സെറ്റിങ്സ് രണ്ടിൻ്റെയും ഡിസ്പ്ലേ. സോ ആക്ച്വലി നമ്മുടെ ഐക്യൂനകത്താണുള്ള കുറേ ഡിസ്പ്ലേ മോഡ്സ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് ഞാൻ ഡാർക്ക് തീം രണ്ടിൻ്റെ ഓഫാക്കാം. ഡാർക്ക് തീം രണ്ടിൻ്റെ ഓഫാക്കി ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. സോ ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഓട്ടോ ബ്രൈറ്റ്നസ് രണ്ടിൻ്റെയും ഓഫാക്കാം. അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫാക്കി. ആൻഡ് ദെൻ നമുക്ക് ഐ പ്രൊട്ടക്ഷൻ മോഡ് ഉണ്ട് കേട്ടോ. ഐ പ്രൊട്ടക്ഷൻ മോഡ് അവിടെ നമുക്ക് ആൻറ്റി ഫിറ്റിക് ബ്രൈറ്റ്നസിൻ്റെ മോഡ്സ് ഉണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ഫോണ്ട് സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, ആൻഡ് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അതേപോലെ ഹൈ കോൺട്രാസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ബാനേഴ്സ്, ദാറ്റ് മീൻസ് ആ ഒരു ഒരു ലേഔട്ട് ചേഞ്ച് ചെയ്യാൻ സൈസ് കൂട്ടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ദെൻ സ്ക്രീൻ കളേഴ്സ് ബൈ ഡീഫോൾട്ടായിട്ട് തന്നെ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. അത് മാറ്റിയിട്ട് ഏറ്റവും വൈബ്രൻ്റ് ആയിട്ട് കളേഴ്സ് ഉണ്ടെങ്കിൽ ബ്രൈറ്റ് ഇടുക. സോ ഞാനിപ്പോൾ ബ്രൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുവാണ്. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് സോ ബൈ ഡീഫോൾട്ട് സ്മാർട്ട് സ്വിച്ചും അതേപോലെ ഡൈനാമിക് രണ്ടും സെയിം ടു സെയിം ആണ്. ദാറ്റ് മീൻസ് കണ്ടന്റ് അനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്ത് അതിന് വേണ്ട റിഫ്രഷ് റേറ്റ് കൊടുക്കും. സ്റ്റാൻഡേർഡ് ഇട്ട് കഴിഞ്ഞാൽ രണ്ടും 60 ഹെർട്സ് ഇപ്പോൾ. ഹൈ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ടു 144 ഹെർട്സ് ഓൺ ദ IQ Neo 10R ആൻഡ് മാക്സിമം ടു 120 ഹെർട്സ് ഓൺ ദ Nothing Phone 3A Pro. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഒരു വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഒപ്റ്റിമൈസ് ദ കളേഴ്സും കോൺട്രാസ്റ്റൊക്കെ കൂട്ടി കുറച്ചും കൂടി വിവിഡായിട്ട് കാണിക്കുന്ന ഓപ്ഷനാണ്. അതേപോലെ തന്നെ Nothing Phone 3A Pro അത് HDR ഡിസ്പ്ലേ. ദാറ്റ് മീൻസ് എനേബിൾ പീക്ക് ബ്രൈറ്റ്നസ് ഫോർ ദ HDR കണ്ടന്റ്. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. HDR ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് കളേഴ്സ് അലൈവ് സ്റ്റാൻഡേർഡ് അത് രണ്ടേ ഉള്ളൂ. അത് അലൈവ് ആണ് ഏറ്റവും നൈസായിട്ട് വരുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല നമ്മുടെ പിന്നെ നത്തിങ്. ഓക്കെ, ആൻഡ് സോ ഞാൻ ബ്രൈറ്റ്നസ് മാക്സ്ഡ് ഔട്ട് ആക്കുവാണ്. ഓക്കെ, ആൻഡ് ഓൺ ദ Nothing Phone 3A Pro ബാക്ക് പോയി സ്ക്രീൻ കളേഴ്സ് ബ്രൈറ്റ് ആണ്. ഓക്കെ, എല്ലാം മാക്സ്ഡ് ഔട്ട് ആക്കിയിട്ടുണ്ട്. ആൻഡ് നൗ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഗാലറി പോയിട്ട് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെയും. സോ സെയിം വിത്ത് ദിസ് ഗൈ ഓൾസോ. ഓക്കെ, ഉണ്ടോ, ഇതാണ് രണ്ടിൻ്റെ ആ ഡിസ്പ്ലേ വരുമ്പോൾ തന്നെയുള്ള ഒരു ഡിഫറൻസ്. മാക്സിമം ബ്രൈറ്റ്നസ്സിലുള്ള സിനാരിയോ ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ലെക്സ് മീറ്റർ വെച്ചിട്ട്. സോ 732. ഓക്കെ, അതാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ആൻഡ് ഓവർ ഹിയർ 1000. സോ ഡിഫറൻസ് ഒബ്വിയസ്ലി കുറച്ചും കൂടെ ബ്രൈറ്ററായിട്ട് നമുക്ക് കിട്ടിയേക്കണം നമ്മുടെ Nothing Phone 3A Proയുടെ ഔട്ട് തന്നെയാണ്. സോ ഔട്ട് ഇട്ടിരിക്കണേ. സോ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ആൻ അഡ്വാൻറ്റേജ് ഫോർ ദ Nothing Phone 3A Pro. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ ക്യാമറ സാമ്പിൾസ് കാണിക്കുന്നത്. സ്റ്റാർട്ടിങ് ഓഫ് ഓക്കെ, ഇത് രണ്ടിൻ്റെയും 50 MB മുകളിൽ എടുത്തേക്കണതാണ് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ Nothing Phone 3A Pro ആൻഡ് ദ IQ Neo 10R. സോ ഇൻ ദിസ് സിനാരിയോയിലുണ്ടല്ലോ IQ Neo 10Rനേക്കാളും ആദ്യമായിട്ട് വിവിഡ്നെസ്സും സാച്ചുറേഷനും ബ്രൈറ്റ്നസ് ലെവൽസും എല്ലാം നല്ലൊരു ഡിഫറൻസ് എനിക്കിത് നമ്മുടെ Nothing Phone 3A Pro ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ വിൻ ഫോർ ദ ഇവിടെ എന്തോരം മാക്സിമം സൂം ആകാൻ പറ്റും നോക്കട്ടെ. ഇവിടെ വരെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓവർ ഹിയർ ഇച്ചിരി കൂടെ ക്ലോസപ്പ് ആയി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ Nothing Phone 3A Pro. ഓക്കെ, സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ഷോട്ട്. ആൻഡ് നെക്സ്റ്റ് യെസ്, ഈ ഒരു ഏരിയ IQ Neo 10R ഇതാണ് മാക്രോ ഷോട്ടിൽ ഞാൻ പറഞ്ഞത്. ആ ഒരു ക്ലോസപ്പ് മാക്രോ ഷോട്ട് യു ക്യാൻ സീ കണ്ടോ, സ്റ്റണ്ണിങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പല ഷോട്ട് നോക്കി ഒന്നും കിട്ടിയില്ല. ആൻഡ് അനദർ ഷോട്ട് എടുത്തു, അതും നോക്കി കണ്ടോ, ഒന്നും ഒരു ഫോക്കസിൽ പോലും ഇല്ല. Neo 10R അത് എടുത്തിട്ടത് നോർമൽ ഫോട്ടോ ആയിട്ട് തോന്നിയേക്കണേ. ആൻഡ് ഈ സബ്ജക്റ്റ് പോലും സ്റ്റിൽ നോട്ട് ഇൻ ഫോക്കസ്. സോ ദാറ്റ്സ് എ റിയലി നൈസ് അഡ്വാൻറ്റേജ്. ഞാൻ പല രീതിയിൽ പല ഫോട്ടോസ് എടുത്ത് നോക്കി, ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ലായിരുന്നു എനിക്ക്. ആൻഡ് ആണോ സ്റ്റിൽ നോട്ട് ഇൻ ഫോക്കസ്. സോ മാക്രോ ഷോട്ട് തൂക്കി Nothing Phone 3A Pro. ഒരു കമ്പാരിസൺ പോലും വെച്ചിട്ടില്ല നമ്മുടെ IQ Neo 10R. ആ ഒരു ഏരിയ നിങ്ങൾ കൊടുത്തോ, Nothing Phone 3A Proക്ക് കൊടുത്തോ. നെക്സ്റ്റ് സെൽഫീസ് നമ്മുടെ Nothing Phone 3A Pro വേഴ്സസ് നമ്മുടെ IQ Neo 10R. IQ Neo 10Rൻ്റെ ഫസ്റ്റത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നന്നായി ഇച്ചിരി സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. അത് കാരണം ആ ഡീറ്റെയിലിംഗ് മിസ് ഔട്ട് ആയിട്ട് എന്തോ ഇങ്ങനെ പുട്ടി അടിച്ചപ്പോൾ മീൻസ് ഇങ്ങനെ സ്മൂത്തനായി കളയില്ലേ, അങ്ങനെ ഭയങ്കര സ്മൂത്താക്കി കളഞ്ഞു ഫേസ് മൊത്തം. അപ്പോൾ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. Nothing Phone 3A Proയിൽ അത്യാവശ്യം സ്മൂത്തിങ് ഒന്നുമില്ല, എക്സാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ പ്രിസർവ് ചെയ്ത്. പക്ഷേ ചെറിയൊരു വാം ടൗൺ വന്നിട്ടുണ്ട്. ചില സിറ്റുവേഷൻസിൽ നല്ല രീതിയിൽ വാം ടൗൺ കൂടുന്നുണ്ട്, ചില സിറ്റുവേഷൻസിൽ ഓക്കെയാണ്. ഇതിനകത്ത് ചെറിയൊരു വാം ടൗൺ ആണ്, ബട്ട്
കമ്പാരിറ്റീവ്ലി ഐ വുഡ് സേ 3A Pro ആണ് ബെറ്റർ. നെക്സ്റ്റ് ഷോട്ടിൽ വാം ടോൺ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് നത്തിങ് ഫോൺ 3A Proയിൽ. ഇവിടെ വാം ടോണിൻ്റെ ഇഷ്യൂ ഇല്ല, പക്ഷേ ആ സ്മൂത്തനിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂ കാരണം അവിടെ ഇത് ഈ ഒരു സെഗ്മെൻറ്റ് ഞാൻ രണ്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല. സോ കമ്പാരിറ്റീവ്ലി മോസ്റ്റ് ഓഫ് സിനാരിയോസിൽ നത്തിങ് ഫോൺ 3A Pro ആണ് പോർട്രേറ്റിൽ ഇത്തിരി ബെസ്റ്റ്. ആ വാം ടോൺ കൂടെ ഒന്ന് അവോയ്ഡ് കഴിഞ്ഞാൽ ദി ബെസ്റ്റ് എന്ന് ഞാൻ പറയും. ഇനി നമ്മുടെ നോർമൽ ഫോട്ടോസ് വന്നപ്പോൾ ആ വാം ടോണൊക്കെ പോയി ഓക്കെ വന്നു. പക്ഷെ എന്നാലും ചെറിയൊരു വാം ടോൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ലൈറ്റായിട്ട് ചില സിനാരിയോസിൽ. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മുടെ ഐക്യൂവിൻ്റെ ആ ഒരു സ്മൂത്തനിങ് കമ്പാരിറ്റീവ്ലി പോർട്രേറ്റിനെ സംബന്ധിച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ ഇറ്റ്സ് ദ. ബട്ട് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഐ വുഡ് പ്രിഫർ ദ നത്തിങ് ഫോണിൻ്റെ ഔട്ടായിരിക്കും ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുക ഇഫ് യു കമ്പയർ വിത്ത് അടിക്കോൾ നമ്മുടെ ഐക്യു വെച്ച് നോക്കുമ്പോൾ. സോ ഒരു മൈനർ എഡ്ജ് ഉണ്ട് ഫ്രണ്ട് ക്യാമറയിൽ നമ്മുടെ നത്തിങ് ഫോൺ 3A Proയ്ക്ക്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ റിയർ ക്യാമറയുടെ കുറച്ച് പോർട്രേറ്റ്സ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളർ പ്രിഫറൻസ് അനുസരിച്ച് ഇതിൻ്റെ സബ്ജക്റ്റ് ടു ലൈക്ക് മാറും. ബിക്കോസ് ഇതിനകത്ത് എക്സാക്റ്റ് കളർ ഏതാണോ അത് ഇത് ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ 3A Pro വേഴ്സസ് ആ കളറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഇച്ചിരി ഒന്ന് സാച്ചുറേറ്റ് ആക്കി കഴിഞ്ഞാൽ എന്തിരിക്കണോ അതാണ് നമ്മുടെ ഇതിന് വന്നിരിക്കുന്നത്. പക്ഷേ രണ്ടും കൊള്ളാം. ഒറ്റ ഗ്ലാൻസ് നമ്മൾ ഇത് കൊള്ളാലോ എന്ന് പറയുന്ന ഫോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ പറയും നമ്മുടെ ഐക്യു തന്നെയാണ്. പക്ഷേ ഡീറ്റെയിലിംഗ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ക്രിസ്പിനെസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെടുക നത്തിങ് ഫോൺ 3A Proയുടെ. ദാറ്റ്സ് എ മാറ്റർ ഓഫ് പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. ഞാൻ ഒന്നിനി ക്രോപ്പിംഗ് ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ക്രോപ്പിംഗ് കൂടെ വെച്ച് പൊട്ടുന്നുണ്ട്. ആൻഡ് ഇത്രയും ക്രോപ്പ് ആവുന്നുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ 3A Pro. ആൻഡ് അറ്റ് എ ഗ്ലാൻസ് ഒബ്വിയസ്ലി ആൻഡ് ഫോർ ദ ഡീറ്റെയിലിംഗ് ഒബ്വിയസ്ലി ദ നത്തിങ് ഫോൺ. ഉണ്ടോ ആ കാണാനൊക്കെ നല്ല രസം കിട്ടുന്നത് നമ്മുടെ ഐക്യൂവിനകത്ത്. ആ പെയിലായിട്ട് എക്സാക്റ്റ് എന്താണ് വന്നേക്കുന്നത് അത് തന്നെ വന്നേക്കണം. കാരണം സബ്ജക്റ്റ് ടു ഇനി ഫോട്ടോഗ്രാഫി ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുക ഒബ്വിയസ്ലി നത്തിങ് ഫോൺ 3A Proയുടെ ഔട്ടായിരിക്കും. കാരണം അവർ പിന്നീട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നവർക്ക് ഒബ്വിയസ്ലി ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ നത്തിങ് ഫോൺ 3A Pro തന്നെയായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഫ്യൂ മോർ സിനാരിയോസ് അണ്ട് ആ പച്ചയുടെ കളർ തന്നെ ഒന്ന് ഒരു മാറ്റിയിട്ട് കുറച്ചും കൂടെ നൈസായിട്ട്. ബട്ട് സ്റ്റിൽ ഇത് രണ്ടും അത്യാവശ്യം ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഇച്ചിരിയും കൂടെ ഒരു കളർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കാണാൻ ഐ പ്ലീസിങ് ആയിട്ട് വന്നിരിക്കണേ നമ്മുടെ വാട്ട് യു കോൾ ഐക്യു നിയോ 10R ആണ് കമ്പാരിറ്റീവ്ലി വിത്ത് ദ 3A Pro. ആൻഡ് നെക്സ്റ്റ് സിനാരിയോ അതെനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇതാണ് കേട്ടോ, ഐക്യു നിയോ 10R തന്നെയാണ് കേട്ടോ ടോട്ടലി ഇഷ്ടപ്പെട്ടത്. ഇവിടെ അത്ര സെറ്റായിട്ട് വന്നിട്ടില്ല. ഫ്യൂ മോർ പോർട്രേറ്റ്സ്. ഓക്കെ, അത് നത്തിങ് ഫോൺ 3A Pro ആണ് കേട്ടോ ഡ്യൂ ടു ദ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഇച്ചിരി കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ആൻഡ് അനദർ ഷോട്ട്. ഓക്കെ, ഇവിടെ സാധാരണ കളേഴ്സ് അവിടെയാണ് ബൂസ്റ്റ്. ഇവിടെ കുറച്ചും കൂടെ പക്ഷേ ഇത് എക്സാക്റ്റ് കളർ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ നൈസായിട്ട് 3A Proയിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് അനദർ ഷോട്ട്. ഓഫ്, ഇതിനൊരു ഡിഫറൻസ് ഉണ്ടോ ആ ഒരു ഈ കളേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടോ? ഓക്കെ, ഒബ്വിയസ്ലി ഐ പ്ലീസിങ് ആയിട്ടും കളർ കാണാനൊക്കെ ഇഷ്ടപ്പെടും. ഒബ്വിയസ്ലി ഇതിൻ്റെ ഔട്ട് തന്നെയാണ്. വേഴ്സസ് ഇത് നാച്ചുറൽ ടോൺസ് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ ഏരിയാസിലും. ഈവൺ ആ വൈറ്റിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. വൈറ്റൊക്കെ നല്ല രസമുള്ള വൈറ്റ്. ഓക്കെ, ആൻഡ് ജസ്റ്റ് ഒന്ന് ക്രോപ്പിങ് ചെയ്ത് നോക്കാം. ഇവിടെ വരെ ക്രോപ്പിങ് ഒക്കെ നന്നായിട്ട് അതിന് കേട്ടോ 3A Proയിൽ. നെക്സ്റ്റ് ഇച്ചിരി സ്ട്രഗിൾ സിറ്റുവേഷൻ കാരണം മേളിൽ നിന്ന് അത്യാവശ്യം സൺലൈറ്റ് വരുന്നൊരു ടൈമായിരുന്നു. ആൻഡ് യു ക്യാൻ സീ രണ്ട് അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് സ്കൈ ടോൺസ് ഉണ്ട്, രണ്ടിനും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്കൈ ടോൺ ആണ്. യു ക്യാൻ സീ ഇവിടെ ഒരു ബ്ലൂവിഷ് സ്കൈ ടോൺ വേഴ്സസ് ഇവിടെ ഒരു പ്യുവർ വൈറ്റ് ആണ്. രണ്ടിൻ്റെയും പ്രോസസ്സിങ്ങിൽ തന്നെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ആൻഡ് ഫ്യൂ മോർ സിനാരിയോസ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് പോർട്രേറ്റ് അത്തസ് വരെ പോകാൻ പറ്റാറ് നല്ല ക്ലോസപ്പിൽ എനിക്കിത് പോർട്രേറ്റ് എടുക്കാം. അതൊരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിക്ചറാണ് കിട്ടിയത്. ഇവിടെ കണ്ടോ, ഇവിടെ ആ ഒരു 2x കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ മിസ് ഔട്ട് ആയിട്ട് ഇച്ചിരി ഷോക്കായിപ്പോയി നമ്മുടെ ഐക്യു നിയോ 10R. കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് 2x വരെ ഓക്കെയാണ്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ നത്തിങ് ഫോൺ 3A Pro ബിക്കോസ് ഓഫ് ഇറ്റ്സ് ടെലിഫോട്ടോ അഡ്വാൻറ്റേജ് ഉള്ളത് കാരണം അവിടെ ക്ലിയർ ആയിട്ട് നത്തിങ് ഫോൺ 3A Pro കയറുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഫ്യൂ മോർ സിനാരിയോസ്. രണ്ടും കൊള്ളാം, ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാനില്ല. രണ്ടും
നൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ടിങ് ഫ്രം ദ IQ Neo 10R. ഓക്കെ, അറ്റ് എ ഗ്ലാൻസ് നല്ല ഫോട്ടോയാണ്. റിഗാർഡിങ് ദ കളേഴ്സ് യു ക്യാൻ സി രണ്ടിൻ്റെയും കളേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നെ ബ്ലറായി വന്ന കളേഴ്സ് തന്നെയായാലും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് നല്ല പച്ചപ്പ്, നല്ല ഗ്രീനറിയും, ഇത് വേഴ്സസ് നല്ല പെയിലായിട്ടുള്ള എക്സാക്റ്റ് നാച്ചുറലി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നല്ലതായിട്ട് കളറൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് ഔട്ടാണ്. ഐ പ്ലീസിങ് ആയിട്ട് ഷർട്ടിൻ്റെ കളറായാലും ഇവിടെ കുറച്ചും കൂടി ഒരു ബൂസ്റ്റും ഒരു വൈബിനായിട്ടുണ്ട്. ഇവിടെ വേഴ്സസ് നാച്ചുറൽ ഇതാണ് എക്സാക്റ്റ് കളർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് IQ Neo 10R. ഓക്കെ, കൊള്ളാം. ആൻഡ് നത്തിങ് ഫോൺ 3 Pro ചുമ്മാ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. മീൻസ് ആ ഫേസിലെ ഡീറ്റെയിലിങ് ക്രിസ്പായിട്ട് എടുത്തിട്ടുണ്ട്. വേഴ്സസ് കണ്ടോ, ഇത് നമുക്ക് ഇവിടെ എത്ര വരുന്നുള്ളൂ വേഴ്സസ് കണ്ടോ, നന്നായിട്ട് ക്ലോസപ്പ് ആവുന്നുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ 3 Pro. ആൻഡ് അത് മാത്രമല്ല നല്ല ഡീറ്റെയിലിങ്ങും പ്രിസർവ് ഉണ്ട് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 3 Pro. ഇഫ് യു കമ്പയർ വിത്ത് IQ Neo 10R, IQ Neo 10R അറ്റ് എ ഗ്ലാൻസും ഓൺ എ സിംഗിൾ ക്രോപ്പും കൊള്ളാം. പക്ഷെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഫേസിനകത്തൊക്കെ ഒരു ഡീറ്റെയിലിങ്ങോ എന്തൊക്കെയോ ഒരു ഇച്ചിരി ഒരു മിസ് ഔട്ട് ആവണ പോലെ ഇഫ് യു കമ്പയർ വിത്ത് ദ നത്തിങ് ഫോൺ 3 Pro. ആൻഡ് നെക്സ്റ്റ് ഓക്കെ, സോ ഇതിനകത്ത് ഈ ഒരു സ്റ്റാർ ആയിട്ടുണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ക്യാമറയ്ക്കകത്ത് പോർട്രേറ്റിനകത്ത് കണ്ടോ, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ വെൽവെറ്റ്, ട്വിസ്റ്റ്, പെൻറ്റക്കിൾ, അതേപോലെ തന്നെ സ്നോഫ്ലേക്ക്, അങ്ങനത്തെ ഓപ്ഷൻസ് മാറ്റി ഇട്ടിട്ട് എടുക്കുമ്പോഴാട്ടോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു എഫക്റ്റ് വരുന്നത്. ആൻഡ് സീംസ് റിയലി ഗുഡ്. അറ്റടി കാണാനൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അതനുസരിച്ചുള്ളൊരു നൈസായിട്ടുള്ളൊരു ലൈറ്റ് സ്നോ ഒക്കെ ഉള്ളൊരു ക്യാനഡ ആ റേഞ്ചൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കിഡിലും പോർട്രേറ്റ്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ആൻഡ് നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ മുടിയിലായാലും ഫേസിലായാലും ഒക്കെ നല്ല ഡീറ്റെയിലിംഗ് പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഇഫ് യു കമ്പയർ വിത്ത് ദ IQ Neo 10R. ആൻഡ് നെക്സ്റ്റ് അനദർ ഷോട്ട്. ഓക്കെ, ഇത് IQ Neo 10R കൊള്ളാം കേട്ടോ, നല്ല രീതിയിൽ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നല്ല രീതിയിൽ ക്രോപ്പ് ചെയ്യുമ്പോണ്ടല്ലോ ഫേസിൽ എന്തോ ഒരു ഗ്രേ ഒരു നോയ്സ് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ഫേസിൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു കുഴപ്പമില്ല, കാണാൻ നല്ല കില്ലാടി ഫോട്ടോയാണ്. അറ്റ് എ ഗ്ലാൻസ് നോക്കി കഴിഞ്ഞാൽ ചുമ്മാ തീപ്പൊരു സാധനം. പക്ഷെ നമ്മൾ ശരിക്കും ക്ലോസപ്പ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫേസിലൊരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. വേഴ്സസ് ഇത് എൻ്റെ സെറ്റ് സാധനം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിലിംഗ് വന്നിട്ട് പോലും ഒരു പ്രശ്നവുമില്ല. സോ ദാറ്റ്സ് നൈസ്. ഇതുണ്ടോ, ഇതൊരു നത്തിങ് ഫോൺ 3 Pro ഒരു എന്താ പറയുക, ഒരു OnePlus 13R ഒക്കെ റേഞ്ചിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നുന്നുണ്ട്. ആ ഒരു സെഗ്മെൻറ്റ് ഒരു 40K സെഗ്മെൻറ്റിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ക്യാമറാസ്, പോർട്രേറ്റ് ക്യാമറാസ് ഇതിൻ്റെ. സോ നെക്സ്റ്റ് പിന്നെ നമുക്ക് മെയിനായിട്ട് ഒരു ലിമിറ്റേഷൻ വന്നിരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നത്തിങ് ഫോൺ 3 Proയിൽ 3x ഒക്കെ പോകാൻ പറ്റും. ഇതിനകത്ത് 2x ഇട്ടിട്ടാണ് എല്ലാ ഫോട്ടോസ്, 2x 1x ഇട്ടിട്ടാണ് എല്ലാ ഫോട്ടോസും എടുത്തിരിക്കുന്നത്. ആൻഡ് അറ്റ് എ ഗ്ലാൻസ് എല്ലാ ഫോട്ടോസും നൈസാണ്. ഒന്ന് ക്രോപ്പ് ചെയ്തുമ്പോൾ നൈസാണ്. നമ്മൾ ക്ലോസപ്പ് ഇട്ട് പോകുമ്പോൾ ഡീറ്റെയിലിംഗ് മിസ് ഔട്ട് ആവേണ്ട, ആ ഫേസിൽ ചെറിയൊരു നോയ്സിൻ്റെ കാര്യങ്ങളും. ആൻഡ് ഇൻ സം ഫോട്ടോസ് ഐ കുഡ് സി ഈ മൈനറായിട്ട് എഡ്ജ് ഡിറ്റക്ഷനിലും ചെറിയ ചില സിനാരിയോസിൽ ചെറിയൊരു ഇഷ്യൂ ഫീൽ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നമ്മുടെ Neo 10R നോക്കുവാണെങ്കിൽ നൈസാണ്. നത്തിങ് ഫോൺ 3 Pro ഒന്നും പറയാനില്ല കേട്ടോ. ചില ഷോട്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഓഫ് മാൻ അടിപൊളി. അത്രയും ക്ലോസപ്പ് ഇട്ട ക്രിസ്പ് ഡീറ്റെയിലിംഗ്, നോ ഡൗട്ട് ദിസ് ഈസ് എ ക്ലിയർ വിൻ ഇൻ ടേംസ് ഓഫ് ദ പോർട്രേറ്റ്സ്, റിയർ ക്യാമറ പോർട്രേറ്റ്സ്. ഓഹോ മാൻ, ഒറ്റ ഗ്ലാൻസ് ഇതിൻ്റെ ആ ഒരു കളർ സാച്ചുറേഷനും കളർ വൈബ്രൻസിയും ഒന്നും പറയാനില്ല, പക്കയായിട്ട് വന്നിട്ടുണ്ട്. ബട്ട് ഇഫ് ഐ നീഡ് ടു പിക്ക് വൺ, ഒബ്വിയസ്ലി ഐ വുഡ് പിക്ക് ദ നത്തിങ് ഫോൺ 3 Pro ഓവർ ദ IQ Neo 10 Pro. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആ ഒരു ടെലിഫോട്ടോയുടെ തന്നെയാണ്. പിന്നെ ചില ഫോട്ടോയൊക്കെ ഒറ്റയ്ക്ക് കാണുമ്പോൾ ചുമ്മാ DSLR ചില്ലൻ സാധനം ഫീൽ ചെയ്യും. പക്ഷേ ആ ഫോട്ടോസ് ഒക്കെ ഒന്ന് ക്ലോസപ്പ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടോ, ഇവിടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. മീൻസ് ആ ഒരു എഡ്ജ് ഡിറ്റക്ഷൻ കറക്റ്റ് നടന്നിട്ടില്ല. അത് കാരണം എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നു. പിന്നെ ഫേസിൽ അവിടെ ഒരു ചെറിയൊരു നോയ്സ് വന്നിട്ടുണ്ട്. അത് ഈ ഒരു സമയത്ത് നോയ്സ് മീൻസ് അത്യാവശ്യം ഒരു 12-1 PM എറൗണ്ട് ഫോട്ടോ എടുത്തപ്പോഴാണ് വന്നത്. അപ്പോൾ സോ ഡെഫിനറ്റ്ലി ഇച്ചിരി ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷൻസ് ഇച്ചിരി കൂടെ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ഞാൻ സോ ദാറ്റ്സ് അപ് ടു യു. എനിവേസ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഇവിടെ ചുമ്മാ ഇതുണ്ട് ഏത് ഫോട്ടോ ഇത്രയും ക്രോപ്പാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ആ ചെറിയൊരു ഇഷ്യൂ ഫീൽ ചെയ്തുള്ളൂ. എൽസ് യു ക്യാൻ സി ഓക്കെ. ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഇതിനകത്തും കണ്ടോ, നത്തിങ് ഫോൺ 3 Proയിലും ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
ഓക്കെ ഓക്കെ. സോ ഇതൊക്കെ അതിൻ്റെ മോഡ്സാണ്. ഇതിനകത്ത് കുറച്ച് മോഡ്സ് ഉണ്ട്. നമ്മുടെ പോർട്രേറ്റിനകത്ത് ഇവിടെ കുറച്ച് മോഡ്സ് ഉണ്ട്. ഈ മോഡ്സ് ഇട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നത്തിങ് ഫോൺ 3A പ്രോയ്ക്കകത്തും ആ മോഡ്സ് ഉണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ക്യാമറയ്ക്കകത്ത് നമ്മുടെ ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ കണ്ടത് ഒറിജിനൽ, സോഫ്റ്റ് ഫോക്കസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം, വൈഡ് ആംഗിൾ, ലെൻറ്റിക്കുലാർ, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് രണ്ടിലും അങ്ങനത്തെ അവൈലബിൾ ഓപ്ഷൻസ് ഇട്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് അത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. മോഡ്സ് ഉള്ളത് നമ്മുടെ IQ Neo 10R കമ്പാരിറ്റീവ്ലി. ആൻഡ് യു ക്യാൻ സീ കണ്ടോ, നല്ല കളർ ഗ്രേഡിങ് അങ്ങനത്തെ ടൈപ്പുള്ള കണ്ടോ ലുക്കായിട്ടുണ്ട് ഫോട്ടോസൊക്കെ. ഓക്കെ, ഇപ്പോൾ ഈ കാണിച്ച ഫോട്ടോസ് ഒറ്റ ഗ്ലാൻസിൽ ലുക്കല്ലായിരുന്നു. ഇനി ഞാൻ എല്ലാ ഫോട്ടോസും ഒന്ന് ക്ലോസപ്പ് കാണിച്ചിട്ട് കേട്ടോ. ഫേസിൽ ചെറിയ എന്തോ ഒരു ചെറിയൊരു നോയ്സിൻ്റെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെയും ഫേസിൽ എന്തോ ഒരു ചെറിയൊരു നോയ്സിൻ്റെ പ്രശ്നം ഇച്ചിരി അധികം ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഡീറ്റെയിലിംഗ് ഇല്ല. ആൻഡ് ഇവിടെ ഫേസിലൊരു നോയ്സിൻ്റെ പ്രശ്നം, അതേപോലെ എഡ്ജ് ഡിറ്റക്ഷനിൽ ചെറിയൊരു എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്ത ഫോട്ടോയിൽ ക്വാളിറ്റി ഒരു ഇച്ചിരി സാക്രിഫൈസ് ചെയ്തിട്ടാണ് ആ ഒരു മോഡ് വരുന്നത്. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് ഫൈൻ. എൽസ് കണ്ടോ, നിങ്ങൾ ജസ്റ്റ് നോർമലായിട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കൊള്ളാം. നല്ലൊരു കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് എടുത്തേക്കുന്ന ഒരു ഫോട്ടോ. ആൻഡ് ഇഫ് യു ഡോണ്ട് ക്രോപ്പ് എവറിത്തിങ് ഈസ് സീംസ് ഫൈൻ. സോ ഇവിടെ ജസ്റ്റ് 1x 2x ലിമിറ്റേഷൻ. അതേപോലെ തന്നെ നമുക്കിത് ഇവിടെ 1x 2x 3x 4x അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ നത്തിങ് ഫോൺ 3A പ്രോയ്ക്ക്. അതേപോലെ തന്നെ ടെലിഫോട്ടോ വെർത്ത്, ഞാൻ പറയും വെർത്തായിട്ടുണ്ട് ആ ടെലിഫോട്ടോ കൊടുത്തേക്കുന്നത്. അബ്സല്യൂട്ട് വെർത്ത്. അത് എസ്പെഷ്യലി ആ പോർട്രേറ്റ്സ് എടുക്കുമ്പോൾ അത് കാണാനുണ്ട്. എന്നാ ക്ലോസപ്പ് എടുത്താലും അതിൻ്റെ ഒരു പക്ക പിക്ചർ പെർഫെക്റ്റ് ക്രിസ്പ് ഡീറ്റെയിലും കിട്ടുന്നുണ്ട്. വേഴ്സസ് ഇവിടെ നമ്മൾ അറ്റ് എ ഗ്ലാൻസും ഒന്ന് ക്രോപ്പും പക്കയായി. സോ ഇഫ് യു ആർ ഇൻ ടു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി, ഐ വുഡ് ക്ലിയർലി റെക്കമെൻഡ് ദ നത്തിങ് ഫോൺ 3A Pro ഓവർ ദ IQ Neo 10R. ആദ്യം നമ്മുടെ നത്തിങ് ഫോൺ 3A Proയുടെ ഒരു കുറ്റം പറയാവുന്ന വീഡിയോഗ്രാഫിയിൽ ഇതിന് പോർട്രേറ്റ് വീഡിയോ ഇല്ല. പക്ഷേ IQ Neo 10Rൻ്റെ പോർട്രേറ്റ് വീഡിയോ ഉണ്ട്. എന്നാൽ പിന്നെ IQ Neo 10R എടുക്കാം അല്ലേ. സാഡ്ലി IQ Neo 10Rൻ്റെ പോർട്രേറ്റ് വീഡിയോ ഐ വുഡ് സേ ഇറ്റ്സ് ഓൾമോസ്റ്റ് അൺയൂസബിൾ തന്നെ പറയേണ്ടി വരും. യു ക്യാൻ സി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന IQ Neo 10Rൻ്റെ പോർട്രേറ്റ് വീഡിയോ ആണ്. 1080p അറ്റ് 30 FPS ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദ ബാക്ക്ഗ്രൗണ്ടിൽ എവറിത്തിങ്. സോ ദിസ് ഈസ് ഫ്രം ദ IQ Neo 10R പോർട്രേറ്റ് വീഡിയോ. ആൻഡ് സാഡ്ലി പോർട്രേറ്റ് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മുടെ നത്തിങ് ഫോൺ 3A പ്രോയിൽ. ഞാൻ നത്തിങ് ഫോൺ 3A പ്രോയുടെ 4K at 30 സെയിം ഒരു ഹ്യൂമൻ സബ്ജക്റ്റ് ഫോക്കസ്ഡ് വീഡിയോ ജസ്റ്റ് കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട് എഡ്ജ് ഡിറ്റക്ഷൻ പോരാ. അണ്ട് ഇവിടെ ഫോക്കസ് വരുന്നില്ല. അണ്ട് ഇവിടെ മൊത്തം നമുക്ക് അറിയാൻ പറ്റും അത് ഒട്ടും സെറ്റായിട്ടില്ല. പോർട്രേറ്റ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നോർമൽ ഒരു വീഡിയോ ഇട്ടിട്ട് എന്തോ തേർഡ് പാർട്ടി ആപ്പ് വെച്ചാൽ, അതായത് തേർഡ് പാർട്ടി ഒരു ബേസിക് ആപ്പ് വെച്ചിട്ട് ചുമ്മാ പോർട്രേറ്റ് എഫക്റ്റ് അപ്ലൈ ചെയ്യില്ല, അങ്ങനത്തെ ഒരു ഔട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടോ, യു ക്യാൻ സീ കണ്ടോ, ഫോണൊന്നും ഫോക്കസ്ഡ് അല്ല, മൊത്തത്തിലൊരു സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ. സോ പോർട്രേറ്റ് വീഡിയോ ഞാനത് സ്കിപ്പ് ചെയ്തേക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നത്തിങ് ഫോൺ 3A പ്രോയുടെ നോർമൽ വീഡിയോ ആണ്. സോ ഇതിന് സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോർട്രേറ്റ് വീഡിയോ ഇല്ല. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3x ആണ്. ഞാനിപ്പോൾ 1x എടുത്ത് ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മുടെ 1x-നകത്തുള്ള നത്തിങ് ഫോൺ 3A പ്രോയുടെ റിയർ ക്യാമറ വീഡിയോ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ നത്തിങ് ഫോൺ 3A പ്രോയുടെ ഫ്രണ്ട് ക്യാമറ വീഡിയോ. 4K 30 FPS ആണ് സപ്പോർട്ട് ചെയ്യുക, 60 FPS സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ IQ Neo 10R സ്റ്റഡി ഫേസ് കൊണ്ട് ദാറ്റ് മീൻസ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ ആണ്. പക്ഷേ അത് 1080p 30 FPS സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മുടെ നത്തിങ് ഫോൺ 3A പ്രോയിൽ സ്റ്റെബിലൈസേഷൻ്റെ ഒരു മോഡ്സിലും ജസ്റ്റ് ഒന്ന് ഓടി കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ IQ Neo 10Rൻ്റെ ഫ്രണ്ട് ക്യാമറ. ആൻഡ് ഈ ഫ്രണ്ട് ക്യാമറ തന്നെ നമുക്ക് 1x മുതൽ 2x വരെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ആൻഡ് ഇതിപ്പോൾ സ്റ്റെബിലൈസേഷനിലായിട്ടുള്ള മോഡാണ്, കാരണം 4K at 30 സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. 1080p at 30 നമുക്ക് സ്റ്റഡി ഫേസിൻ്റെ മോഡുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഈ 4K ഓടി കാണിച്ചു തരാം. ഓക്കെ, സോ 4K at 30 കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് നത്തിങ് ഫോൺ 3A Pro ആണ്, വിത്തൗട്ട് സ്റ്റെബിലൈസേഷൻ ആണ്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ 1080p at 30 FPS സ്റ്റെബിലൈസേഷൻ മോഡുണ്ട്. അതും കൂടെ നോക്കാം നമുക്ക്. IQ Neo 10Rൻ്റെ 1080p at 30 FPS വിത്ത് സ്റ്റഡി ഫേസ് മോഡാണ്. സോ ഞാനിപ്പോൾ അത്യാവശ്യം സ്പീഡിൽ നോടാം. ഓക്കെ, സോ ദിസ് ഈസ് ഔട്ട്. ഓക്കെ,
സ്റ്റെബിലൈസേഷൻ അത്ര സെറ്റപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയേണ്ടി വരും. ഓക്കെ, എനിവേസ് അങ്ങനെ ഒരു മോഡ് കൊടുത്തിട്ട് അത്യാവശ്യം കമ്പാരിറ്റീവ്ലി നോർമൽ ഫുട്ടേജ് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടി സ്റ്റേബിൾ ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് കൊള്ളാം. നമ്മുടെ IQ Neo 10R റിയർ ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ സാഡ്ലി നമ്മുടെ നത്തിങ് ഫോൺ 3A Pro ഒക്കെ ഉണ്ടല്ലോ, റിയർ ക്യാമറയിൽ ദാറ്റ് മീൻസ് സ്റ്റെബിലൈസേഷൻ്റെ മോഡ്സ് വരുന്നില്ല, നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് നമുക്കിതിപ്പോൾ ആയിട്ടേക്കണം 1080p അറ്റ് 60 FPS അൾട്രാ സ്റ്റെബിലൈസേഷൻ. ഇതാണ് നമ്മുടെ മാക്സിമം സ്റ്റെബിലൈസേഷൻ. സോ ഇൻ 3, 2, 1 ഗോ. പക്ഷേ ചെറിയ ഫോക്കസ് ഹണ്ടിങ് ഉണ്ട്, യു ക്യാൻ സി ചെറിയ ഫോക്കസ് ഹണ്ടിങ് ഉണ്ട്. അൾട്രാ സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ ഓടിയത്. അത് ഞാൻ ഒന്നുകൂടെ സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ആക്കിയിട്ടുണ്ട്. Neo 10R 4K വരുമ്പോൾ സ്റ്റെബിലൈസേഷൻ അൾട്രാ സ്റ്റെബിലൈസേഷൻ കിട്ടില്ല, പകരം സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് 4K 60 FPS. ഇനി നമുക്ക് 4K 60 FPS ഒന്ന് ഓടാം. ഓക്കെ, ഇവിടെ രണ്ടിടത്തും ചെറിയ ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ, അതോ അത്ര സ്പീഡിൽ ഓടിയതിൻ്റെയാണെന്ന് അറിയില്ല, ചെറിയൊരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തു രണ്ടിലും, അൾട്രാ സ്റ്റെബിലൈസേഷനും സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷനും. ഞാൻ നോർമൽ നമ്മൾ ഈ നടന്നുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ നടന്നെടുക്കുന്ന വീഡിയോ ഒക്കെ ഒന്നും ഒരു കുഴപ്പമില്ല, പക്ക എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സ്പീഡിൽ ഓടിയെടുത്ത വീഡിയോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിവേസ് ഞാൻ ജസ്റ്റ് നമ്മുടെ ഇതിലും കൂടെ ചെക്ക് ചെയ്യട്ടെ. ഇനി നെക്സ്റ്റ് നമ്മുടെ നത്തിങ് ഫോൺ 3A Proയുടെ റിയർ ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഞാൻ സെയിം IQനകത്ത് ഓടിയ സെയിം സ്പീഡിൽ തന്നെ ഓടാൻ പോവാണ്. പക്ഷേ മോഡ്സ് ഒന്നും ഇല്ല സ്റ്റെബിലൈസേഷൻ്റെ. സ്റ്റിൽ ഐ എം ഗോണ റൺ. ഇതിലും ഫോക്കസ് ഹണ്ടിങ് ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ ഇതിലും ഫോക്കസ് ഹണ്ടിങ് ഉണ്ട്. സോ രണ്ടിലും ഞാൻ നോർമൽ വീഡിയോ എടുത്തപ്പോൾ രണ്ടിലും കുഴപ്പമില്ല, ഇച്ചിരി സ്പീഡിൽ നടന്ന വീഡിയോ എടുത്താലും കുഴപ്പമില്ല. പക്ഷേ രണ്ടിലും അത്യാവശ്യം നിങ്ങൾ ഭയങ്കര അത്യാവശ്യം സ്പീഡിൽ ഓടുന്ന സംഭവത്തിലാണെങ്കിൽ ചെറിയ രീതിയിലുണ്ട്. ബെഞ്ച് മാർക്ക് വെക്കാറുള്ള ഈ ഒരു ഓഡിയോ ടെസ്റ്റാണ് അത്. യൂഷ്വലി അതാണ് എൻ്റെ ഒരു സെറ്റ് ചെയ്യണ ബെഞ്ച് മാർക്ക്. അതിനകത്ത് യൂഷ്വലി ഇഷ്യൂ വരാറില്ല, ബട്ട് ദിസ് ടൈം ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ രണ്ടിലും ചെറിയ രീതിയിൽ ഫോക്കസ് ഹണ്ടിങ്ങും ഇച്ചിരി ഒരു നല്ല ഷെയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് അപ് ടു. ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. വീഡിയോഗ്രാഫിയാണ് 10R 0.6x മുതൽ നമുക്ക് 10x വരെ വീഡിയോ പോകാൻ പറ്റും കേട്ടോ. ആൻഡ് അപ് ടു ഒരു 3x വരെയൊക്കെ ഓക്കെയാണ്. പക്ഷേ ബിയോണ്ട് ദാറ്റ് ഇത്തിരി ഷോക്കാണ്. ഐ വുഡ് ഷോ യു ജസ്റ്റ്. ഉണ്ടോ അതെ, 3x കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു ഉണ്ടോ മൊത്തത്തിലൊരു ഷോക്കായി തുടങ്ങി. അപ് ടു 5x വരെ മാക്സിമം, അപ് ടു ആഫ്റ്റർ 5x ഒട്ടും പറ്റത്തില്ല. സോ 3x ആണ് പെർഫെക്റ്റ്. 3x കഴിഞ്ഞ് ഇച്ചിരി ഷോക്കായി തുടങ്ങും. ആൻഡ് 5x കഴിഞ്ഞ് പിന്നെ പറയാൻ വേണ്ട. ആൻഡ് 4K ഇട്ട് കഴിഞ്ഞാൽ 1 to 10x കിട്ടും. നമ്മളെ 1080p ഇട്ട് കഴിഞ്ഞാൽ 0.6x മുതൽ 10x കിട്ടും. ഓക്കെ ഓക്കെ സോ ഇതിനകത്തൊരു 2x വരെ പെർഫെക്റ്റാന്ന് പറയാം. അത് കഴിയുമ്പോൾ ഇച്ചിരി ഷോക്കായി തുടങ്ങുന്നുണ്ട് ഇതിനകത്ത്. വോയിസസ് ഇതിനകത്ത് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ പോകേണ്ടത്. ഐ വിൽ ഷോ യു. നത്തിങ് ഫോൺ വീഡിയോഗ്രാഫിയാണ് 1x. നെക്സ്റ്റ് നമ്മുടെ നത്തിങ് ഫോൺ 3A Proയുടെയാണ് വീഡിയോഗ്രാഫിയാണ് 1x. 3x 10R ഒക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. 10R ഇത് ജസ്റ്റ് ഓക്കെയാണ്, ഇത് അത്യാവശ്യം പെർഫെക്റ്റ് ആണ്. ആൻഡ് 4x 5x ഓക്കെ. 5x കിട്ട് വന്നപ്പോൾ ഇതും അൺയൂസബിൾ ആണ് കേട്ടോ. ആൻഡ് മോർ ദ മാക്സിമം നമുക്ക് 8x വരെ പോകാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ അപ് ടു എന്താ പറയുക 3x പെർഫെക്റ്റ്, അപ് ടു 5x വരെ ആ ബോർഡർ പിടിക്കാമെന്ന് പറയാം. സോ സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ ദ IQ Neo 10R. ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, നോർമൽ ഫോട്ടോസ്, നോർമൽ വീഡിയോസ് എല്ലാം നോക്കി. ആൻഡ് ഫൈനലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് നത്തിങ് ഫോൺ 3A Proയുടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും തന്നെയാണ്. ഇഫ് യു കമ്പയർ വിത്ത് ദ IQ Neo 10R. IQ Neo 10Rൽ കുറേ മോഡ്സ് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ഈ എക്സ്ട്രാ ആ ഒരു ടെലിഫോട്ടോ ക്യാമറ വന്നേക്കണ കാരണം കുറേ സാധനങ്ങൾ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു വീഡിയോഗ്രാഫിയിലും ഫോട്ടോഗ്രാഫിയിലും ഒക്കെ ആ ഒരു എക്സ്ട്രാ ഫോക്കൽ ലെങ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അത്ര സൂമിങ്ങിലും ആ ഒരു ഡീറ്റെയിൽ ക്രിസ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റി, ആ ഒരു കുറേ കാരണങ്ങളുണ്ട് ഇതിൻ്റെ പോർട്രേറ്റ്സിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, അതേപോലെ വീഡിയോഗ്രാഫിയിലും കുറച്ചും കൂടെ സൂമിങ് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഔട്ട് തരാൻ പറ്റിയത് നമ്മുടെ നത്തിങ് ഫോൺ 3A Proയാണ്. ആൻഡ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ IQ Neo 10R അടിപൊളി ഡിവൈസാണ്. നോർമൽ ഫോട്ടോസ് ആയിക്കോട്ടെ, നോർമൽ പോർട്രേറ്റ്സ് ആയിക്കോട്ടെ, അറ്റ് എ ഗ്ലാൻസ് യു വുഡ് ലവ് ദ പോർട്രേറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് കളറിൻ്റെ സാച്ചുറേഷനും കളറിൻ്റെ വൈബ്രൻസി. ഒറ്റയ്ക്ക് നമ്മൾ കാണുമ്പോൾ കൊള്ളാലോ എന്ന് പറയുന്ന രീതിയിൽ അവിടെ ഔട്ട് തരുന്നുണ്ട്. പക്ഷേ യു ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ക്ലോസപ്പ് ചെയ്ത്, ഒന്ന് ക്രോപ്പ് ചെയ്ത്, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ, ചിലപ്പോൾ നോയ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ മാറാം, ചിലപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. ബട്ട് സ്റ്റിൽ ഫോക്കൽ ലെങ്സ് നമുക്ക് എക്സ്ട്രാ ഒബ്വിയസ്ലി കിട്ടാൻ പോലെ, കാരണം ടെലിഫോട്ടോയെ കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആണ്. ആൻഡ് ഫൈനലി നമുക്ക് ഇതിൻ്റെ ആ ഒരു ക്യാമറ
സ്പെക്സും കൂടെ പറഞ്ഞ് നിർത്താം. സോ സ്പെക്സും കൂടെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ 50 MB മെയിൻ ക്യാമറ രണ്ട് പേർക്കും വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് 50 MB ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് 3x ഒപ്റ്റിക്കൽ സൂം. ദാറ്റ്സ് too good, especially for the portraits as well as the videos. And up to അതിൻ്റെ ഒരു മാക്സിമം എക്സ്റ്റെൻഡ് വരെ 4x വരെ പോകാൻ പറ്റുന്ന അതേപോലെ വീഡിയോഗ്രാഫിയിൽ അതിൻ്റെ അഡ്വാൻറ്റേജും ഡെഫിനറ്റ്ലി കാണാനുണ്ട്. പിന്നെ രണ്ട് പേർക്കും 8 MB അൾട്രാ വൈഡ് ആണുള്ളത്. ആൻഡ് ഓൺ ദ ഫ്രണ്ട് 50 MB ആ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ നത്തിങ് ഫോൺ 3 പ്രോയ്ക്ക് വേഴ്സസ് 32 MB. പക്ഷേ അവിടെ ഇവിടെ ഒരു വാം ടോണിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ചില സീൻസിൽ. ഇവിടെ ഒരു എന്താ പറയുക ഒരു സ്മൂത്തനിങ്ങിൻ്റെ ഇഷ്യൂസ്. സോ ഫ്രണ്ട് ക്യാമറ ഞാൻ അങ്ങനെ ഒരു അടിപൊളി എന്ന് പറയില്ല, പക്ഷേ റിയർ ക്യാമറ ദാറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ഓൺ ദ നത്തിങ് ഫോൺ 3A Pro. നത്തിങ് ഫോൺ 3A Pro വേഴ്സസ് ദ IQ Neo 10R. സോ രണ്ടും AMOLED ഡിസ്പ്ലേസ് ആണ്. 1 ബില്യൺ കളർ റിപ്രൊഡക്ഷൻ ഉണ്ട്. രണ്ടിന് HDR10+ ഉണ്ട്. ആൻഡ് പീക്ക് ബ്രൈറ്റ്നസ് നോക്കുവാണെങ്കിൽ നമ്മുടെ IQ Neo 10R 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും വേഴ്സസ് നമ്മുടെ നത്തിങ് ഫോൺ 3A Pro 3000 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ആൻഡ് ലുക്സ് സ്റ്റണ്ണിങ്. ഓക്കെ, ആ കളേഴ്സിനകത്തൊക്കെ ചെറിയൊരു ബൂസ്റ്റ് യു ക്യാൻ സി ഉണ്ടോ, ഒരു പച്ചപ്പ് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ആണോ ഈ ഒരു സിനാരിയോസിനും പച്ചപ്പ് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ Neo 10R. ഇവിടെ ആ ഒരു നാച്ചുറൽ തന്നെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഓവർ ഷാർപ്പനിങ് ഓവർ ബൂസ്റ്റിങ് ഒന്നും കളേഴ്സില്ല. അതുകൊണ്ട് ഇവിടെ കണ്ടോ ഈ ഒരു സിനാരിയോ ഉണ്ടോ, നല്ല ഷാർപ്പായിട്ടുള്ള കളേഴ്സ്. സ്കൈ ടോൺസ് ഒരു ഡിഫറൻസ് ഉണ്ട്. രണ്ടിൻ്റെയും കളർ പ്രോസസ്സിങ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം, IQ Neo 10R കുറച്ചും കൂടെ പിക്സൽസ് കൂടുതലാണ്. 1260 × 2800 വരുന്നുണ്ട് IQ Neo 10R വേഴ്സസ് നത്തിങ് ഫോൺ 3A Proയ്ക്ക് 1080 × 2392 വരുന്നുള്ളൂ. ആൻഡ് വൺ മോർ തിങ്, 387 PP ആണ് നത്തിങ് ഫോൺ 3A Proയ്ക്ക് വരുന്നെങ്കിൽ വേഴ്സസ് 452 PP വരുന്നുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ സിനാരിയോസിൽ റെസൊല്യൂഷൻ, PPI, ബ്രൈറ്റ്നസ് ലെവൽസിലൊക്കെ ഇച്ചിരി അഡ്വാൻറ്റേജുകൾ നമ്മുടെ IQ Neo 10R ഇഫ് യു കമ്പയർ വിത്ത് ദ നത്തിങ് ഫോൺ 3A Pro. ആൻഡ് ആ കളേഴ്സിനൊക്കെ സാച്ചുറേറ്റഡ് ആയിട്ടും ഔട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒബ്വിയസ്ലി യു ക്യാൻ ഡെഫിനറ്റ്ലി പിക്ക്. യു ക്യാൻ സി കണ്ടോ റെഡിൻ്റെ കളേഴ്സിന് ഡിഫറൻസ് ഉണ്ടോ, ഒബ്വിയസ്ലി ഇറ്റ്സ് എ ക്ലിയർ വിൻ ഫോർ ദ IQ Neo 10R. ആൻഡ് ഈ ഒരു ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടോ, ഇറ്റ്സ് I would prefer ഓവറോൾ നോക്കുവാണെങ്കിൽ I would prefer the IQ Neo 10R over the നത്തിങ് ഫോൺ 3A Pro. ഏരിയാസും കൂടെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാൻ നോക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോൺ ടു ചെക്ക് ദ സൗണ്ട് ചെക്ക്. ഓഡിയോ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ഡിസ്പ്ലേ സൈസിനകത്ത് വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. കാരണം 6.78 ഇഞ്ചാണ് ഇവിടെ 6.77. ആൻഡ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ നോക്കുവാണെങ്കിൽ നത്തിങ് ഫോൺ 3A Proയിൽ 88, ഇവിടെ 89.7. ഇച്ചിരിയുടെ കൂടുതൽ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് നമ്മുടെ Neo 10R. ഓക്കെ, സോ ഇവിടുത്തെ കളേഴ്സിനതൊക്കെ ആയാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതും നമ്മുടെ IQ Neo 10R തന്നെയാണ്. കാര്യം പറയാൻ വിട്ടുമായിരുന്നു, നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇച്ചിരി റെസൊല്യൂഷൻ കൂടുതലാണെന്നല്ലോ IQ Neo 10R. അതേപോലെ തന്നെ നമുക്ക് ആ റെസൊല്യൂഷൻ വേണമെങ്കിൽ സ്കെയിൽ ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 6400 mAh ബാറ്ററി ഉണ്ട്, സ്കെയിൽ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റിൽ സ്ക്രീൻ റെസൊല്യൂഷനിൽ പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത UHD ക്ലിയർ ആണ്. അത് അല്ലാണ്ട് നമുക്ക് UHD കുറഞ്ഞുകൊണ്ട് മീൻസ് 2400 × 1080 ഓപ്ഷൻ ഉണ്ട്. സോ ബാറ്ററിയാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് എങ്കിൽ സ്റ്റിൽ യു ക്യാൻ യൂസ് ഇറ്റ്. ബട്ട് ഐ വുഡ് ഡെഫിനറ്റ്ലി റെഫർ ഈ ഒരു 6000+ ബാറ്ററി ഉള്ള സ്ഥിതിക്ക് യു ക്യാൻ ഡയറക്ട്ലി യൂസ് ഇൻ UHD ക്ലിയറർ. ദാറ്റ് മീൻസ് മാക്സിമം റെസൊല്യൂഷൻ 2800 × 1260 തന്നെ യൂസ് ചെയ്യാം. സോ ഗോയിങ് ബാക്ക് ടു ദ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. സോ ബേസിക് ഓപ്ഷൻസ്. പിന്നെ അത് എക്സ്ട്രാ കുറച്ച് ഈ ഗ്ലിഫ് ഇൻ്റർഫേസ് ഉള്ള കാരണം ഫ്ലിപ്ഡ് ഗ്ലിഫ്. ദാറ്റ് മീൻസ് ജസ്റ്റ് ഇങ്ങനെ കമത്തി വയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗ്ലിഫിൻ്റെ സാധനം ഓൺ ആവും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ തന്നെ കോൾ മ്യൂട്ടായിരിക്കും, പക്ഷേ ഈ ഒരു ലൈറ്റ് മാത്രം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ്സ് പിന്നെ അത് മാത്രമല്ല നമുക്ക് എക്സ്ട്രാ ഗ്ലിഫിൻ്റെ കുറേ ഓപ്ഷൻസ് തന്നെ അതിലോട്ട് വരാം. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൂ കേട്ടോ. ആൻഡ് ലെറ്റ്സ് ചെക്ക് ഓവർ ഹിയർ ടച്ച് വൈബ്രേഷൻ. അത് ലോ വേണോ ഹൈ വേണോ മീഡിയം വേണോ, ഞാൻ ജസ്റ്റ് ഹൈ ഇട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ് ഓഡിയോ സൂപ്പർ റെസൊല്യൂഷൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് സൂപ്പർ ഓഡിയോ ഉണ്ട്, അത് മ്യൂസിക് ഇടാം. ഞാൻ മ്യൂസിക്കാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പാർട്ട് ഫ്രം ഇതിനകത്ത് അങ്ങനെ ഓരോ ഓപ്ഷനും ഇല്ല കേട്ടോ. ജസ്റ്റ് സോർട്ട് ഓഫ് ബേസിക്, ദാറ്റ്സ് ഇറ്റ്. Okay, so now let's check the audio. Our audio test ചെയ്യാം, starting off from the IQ Neo 10R.
സോ 105 ആണ് നമുക്ക് ടോപ്പ് കിട്ടിയത് വോളിയം ലെവൽസ്. ആൻഡ് നൗ ലെറ്റ്സ് ചെക്ക് ഓൺ ദ നത്തിങ് ഫോൺ 3A Pro. Oh, oh, 108 കേട്ടോ, 109. ഓക്കെ, സോ ഡെഫിനറ്റ്ലി വോളിയം ലെവൽസിൽ കൂടുതൽ നമ്മുടെ നത്തിങ് ഫോൺ 3A Pro ആയിരുന്നു. ആൻഡ് നൗ ലെറ്റ്സ് ചെക്ക് ദ ക്വാളിറ്റി ആൻഡ് അതർ ഡീറ്റെയിൽസ്. സോ സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദ Neo 10R. എനിവേസ് യു ഗൈസ് ആർ ജഡ്ജ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസപ്പ് കേൾപ്പിച്ചിരുന്നു നിങ്ങൾക്ക് വോയിസ്. Neo 10R. നമ്മുടെ നത്തിങ് ഫോൺ 3A Pro. So I would say that's a win for the നത്തിങ് ഫോൺ 3A Pro in terms of the audio. സോ എനിക്ക് ഓവറോൾ ഓഡിയോ ഇഷ്ടപ്പെട്ടത് നമ്മുടെ നത്തിങ് ഫോൺ 3A Pro ആണ്. എസ്പെഷ്യലി ലൗഡ്നെസ്, ആ ഒരു ക്വാളിറ്റി, ബേസ് ടോൺസ്, എവറിത്തിങ് ഇച്ചിരി കൂടെ അടിപൊളിയായിട്ട് വന്നേക്കുന്നത് നമ്മുടെ നത്തിങ് ഫോൺ 3A Pro. പിന്നെ ഒരു കാര്യം, അത് ഇൻസ്ട്രുമെൻ്റൽ ടോൺസിൽ മാത്രം ഇവിടെ ചെറിയൊരു ഒരു 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 അഡ്വാൻറ്റേജും എനിക്കിവിടെ നമ്മുടെ IQവിൽ ഫീൽ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾ ദ ഏരിയാസ് I would prefer the Nothing Phone 3A Pro over the IQ Neo 10R. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മുടെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇത് കൊണ്ടുപോയി. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ നമ്മുടെ IQ Neo 10R കൊണ്ടുപോയി. സോ ഒരു പോയിന്റ് ഇവിടെ കുറവുണ്ടല്ലേ, നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ അടുത്ത ബെഞ്ച് മാർക്ക് ഒരു കമ്പാരിസൺ പോർട്രേറ്റ് മോഡിൽ ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് ഒരു കമ്പാരിസൺ പോലെ കുറച്ചും കൂടെ ഹൈ ലെവലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മീൻസ് ഒരു ക്ലോസ് ടു 40K സെഗ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ നോക്കിയറിയാം, ഇതും അതേപോലെ തന്നെ, ഇത് വേറൊരു സെഗ്മെൻറ്റ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ IQ Neo ഒരു 40K സെഗ്മെൻറ്റ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. IQ Neo 10Rൻ്റെ പെർഫോമൻസ് ഏരിയ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഐ വുഡ് സേ ഡബിൾ ദ പെർഫോമൻസ് എന്ന് വേണം പറയേണ്ടി വരും. യു ക്യാൻ സി ഇറ്റ്സ് ജസ്റ്റ് 7,97,404 ആണ് ഇവിടെ. 14,38,000 വന്നിട്ടുണ്ട്. ആൻഡ് CPU 2,60,000 വേഴ്സസ് 3,76,000. ഇനി GPU 4,69,000 വേഴ്സസ് ജസ്റ്റ് 2,39,000. Wow, big difference. And memory 3,28,000 versus just 1,68,000. UX 2,63,000 versus 1,64,000. And next നമ്മുടെ storage testing ഒന്ന് just quick ആയിട്ട് ചെയ്യാം. Let's see how well this performs in terms of the storage speed test as well. And so that's a clear advantage. So if you're interested in doing this gaming review, and just comment down below. So let's see. Okay, ഇത് ഓൾറെഡി കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. ഐ തിങ്ക് റീഡ് സ്പീഡ് 10,000 വേഴ്സസ് 30,000. എൻ്റെ റൈറ്റ് സ്പീഡ് 36,000 വേഴ്സസ് 11,000. ഓക്കെ, സോ അത് തൂക്കിയടിയാണല്ലോ. മറ്റേ റാൻഡം എക്സ് സ്പീഡ് 94,000 വേഴ്സസ് 58,000. ഐ റീഡ് സ്പീഡോ, അപ്പോൾ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. 50K ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട് ഐ തിങ്ക്, ഓർ ഈവൻ മോർ. 50K ഒന്നും അല്ല കേട്ടോ, ഇതൊരു 1 lakh താഴെ ആയിരിക്കും നമ്മുടെ നത്തിങ് ഫോൺ 3A Pro. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ AI റീഡ് സ്പീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. AI റീഡ് സ്പീഡൊന്നും ആവണില്ല, സ്ലോ, ഭയങ്കര സ്ലോ ആണ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. 89. ഇറ്റ്സ് ഡൺ. ആൻഡ് 94,216 വേഴ്സസ് 1,81,000. That's a clear, heavy clear win for the IQ Neo 10R. നെക്സ്റ്റ് ഒരു UI എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ രണ്ട് രീതിയിലൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ചില ആൾക്കാർക്ക് യൂസർ ഇൻ്റർഫേസ് നല്ല അടിപൊളിയായിരിക്കണം, പക്ഷേ ചില ആൾക്കാരുണ്ട് അവർക്ക് ഫീച്ചേഴ്സ് ഉണ്ടായാൽ മതി. യൂസർ ഇൻ്റർഫേസിന് അത്ര മാറ്ററില്ല, കൂടുതൽ ഫീച്ചേഴ്സ് അതിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അതാണ് ഇവിടുത്തെ ഒരു സംഭവം. ഇതിനകത്ത് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇഞ്ചക്കണക്കിന് ഫീച്ചേഴ്സ് ഉണ്ട്. മീൻസ് ഇത് ഈ ഒരു ലൊക്കേഷനായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി അതിൻ്റെ ഡീറ്റെയിൽ ടിപ്സ്, ട്രിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഡു ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ സ്റ്റാർട്ടിങ് ഓഫ് യു ക്യാൻ സി, ഞാൻ മൊത്തം പറഞ്ഞുള്ള ജസ്റ്റ് ക്വിക്കായിട്ട് ഈ ഒരു ഷോർട്ട് കട്ട് ആക്സബിലിറ്റി ഉള്ള ഫീച്ചേഴ്സ് കണ്ടോ,
ഇഷ്ടം പോലെ സ്പ്ലിറ്റ് സ്ക്രീന്, സ്മോൾ വിൻഡോ, സ്മാർട്ട് സൈഡ് ബാർ, സൂപ്പർ സ്ക്രീൻഷോട്ട്. ഇനി ഈ സ്മാർട്ട് മോഷനകത്ത് തന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ, സ്മാർട്ട് കോളിങ്ങിനകത്ത്, പിന്നെ അതേപോലെ തന്നെ ക്വിക്ക് ആക്ഷനകത്ത് കുറേ സാധനങ്ങൾ, പിന്നെ അവിടെ ഈസി ടച്ച്, അസിസ്റ്റീവ് ടച്ച്, അങ്ങനത്തെ ഇഷ്ടം പോലെ സാധനങ്ങൾ. അവിടെ മാത്രമല്ല വേറെയും കുറേ ലൊക്കേഷൻസിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് അൾട്രാ ഗെയിം മോഡിനകത്തൊക്കെ കണക്കിന് ഫീച്ചേഴ്സ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഡെഡിക്കേറ്റഡ് ഒരു ഗെയിമിംഗ് ഫോൺ ആയത് കാരണം ഇഷ്ടം പോലെ സാധനമുണ്ട്. വേഴ്സസ് ഇത് കുറച്ചും കൂടെ യൂസർ എക്സ്പീരിയൻസിന് ആണ് കുറച്ചും കൂടെ പ്രൈവറ്റ്. ദാറ്റ് മീൻസ് ആ ഒരു ലുക്ക്, ഫീല്, ഹൗ ആനിമേഷൻസ് കം, ഹൗ ആപ്സ് ക്ലോസസ്, ഹൗ ദാറ്റ് ട്രാൻസിഷൻസ്, അങ്ങനെ ഒരു പ്രയോറിറ്റൈസ് ആണ് കൊടുക്കുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വി വുഡ് ഫീൽ ലൈക്ക് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന് ഒരു ചെറിയൊരു കസ്റ്റമൈസേഷൻ നൽകിയൊരു അമ്മാതിരി രസമാണ് യൂസ് ചെയ്യാനൊക്കെ. സോ ദാറ്റ്സ് അപ് ടു യു. ഇതിനകത്ത് ഫീച്ചേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ഫീച്ചേഴ്സാണ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ജസ്റ്റ് ബേസിക് ഫീച്ചേഴ്സിന് അതിൻ്റെ പുറമെ ജസ്റ്റ് സോർട്ട് ഓഫ് ബേസിക് ആയിട്ടുള്ള കുറച്ച് നാവിഗേഷൻ, ജസ്റ്റ് സ്ക്രീൻഷോട്ട് ജസ്റ്റേഴ്സ്, കുറച്ച് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. വേഴ്സസ് ഇതിനകത്ത് നമ്മൾ കണ്ട എന്തോരം സാധനങ്ങൾ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. വേഴ്സസ് അതവിടെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഈ ഒരു യൂസർ എക്സ്പീരിയൻസ്, ആ ഒരു യൂസിങ്, ആ ഒരു ആപ്പ് ക്ലോസിങ്, ആനിമേഷൻസ്, ട്രാൻസാക്ഷൻസ്, അത് എൻറ്റയർലി ആ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സാധനം കിട്ടും. ഇതിനകത്ത് കിട്ടും, പക്ഷേ ഇറ്റ്സ് ഒരു വേറെ രീതിയിലാണ് കിട്ടുന്നത്. വേഴ്സസ് ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രിഫറൻസ്. ബാറ്ററി ആൻഡ് ചാർജിങ് അവിടെ ഒരു ക്ലിയർ വിൻഡോ തന്നെയാണ് നമ്മുടെ iQOO Neo 10. കാരണം 6400 mAh ബാറ്ററി വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് 5000 mAh ആണ് നമ്മുടെ നത്തിങ് ഫോൺ 3A പ്രോയ്ക്ക് വരുന്നുള്ളൂ. ആൻഡ് അത് മാത്രമല്ല 80 വാട്ട് വയേർഡ് ചാർജിങ്, അത് വിത്തിൻ ദ ബോക്സ് തന്നെ ആ അഡാപ്റ്റർ ഉണ്ട്. വേഴ്സസ് ഇവിടെ ബോക്സ് നമുക്ക് ജസ്റ്റ് ഡാറ്റ കേബിളും ഒരു സിഗ്നേച്ചറും സം പേപ്പർ വർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. സോ അവിടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് നമ്മുടെ iQOO Neo 10R. സോ വിച്ച് ഈസ് റിയലി നൈസ് തിങ്. പിന്നെ അത് ബൈപാസ് ചാർജിങ് ഉണ്ട്, 7.5 വാട്ട് റിവേഴ്സ് വയേർഡ് ചാർജിങ് ഉണ്ട്, അങ്ങനത്തെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കണ്ടോ, റാപ്പിഡ് ഫാസ്റ്റ് ആൻഡ് ഓക്കെ. സോ രണ്ടും അത്യാവശ്യം നൈസാണ്. നെക്സ്റ്റ് ഡിസൈൻ ജസ്റ്റ് ക്വിക്കായിട്ടെന്ന് പറയാം. സോ ആക്ച്വലി ഡിസൈൻ ഈസ് പ്യുവർലി സബ്ജക്റ്റീവാണ്. ആക്ച്വലി ഇത് നമ്മുടെ റേജിങ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ഈ ഒരു കളറുണ്ട്, മൂൺ നൈറ്റ് ടൈറ്റാനിയം എന്ന് പറഞ്ഞ കളർ. സോ ഇതൊരു പക്ക നമ്മുടെ ഗാലക്സി S24 അൾട്രയുടെ അല്ലെങ്കിൽ 25 അൾട്രയുടെ ഒക്കെ നമ്മുടെ ടൈറ്റാനിയം ഗ്രേ ഉണ്ടല്ലോ, ആ ഒരു കളറിന് റിസംബിൾ ചെയ്യണമായിട്ടാണ്. ബിക്കോസ് ഒരു കണ്ടോ ആ ഒരു സൈഡൊക്കെ ആയാലും കണ്ടോ പക്ക ഒരു പ്രീമിയംനെസ് നൽകുന്ന ഒരു കളറാണ്. സോ ഇതൊരു ഫാൻസി ലുക്കിങ്, ഇതൊരു പ്രീമിയംനെസ് ഉള്ള ഒരു ഐറ്റാണ്. ആൻഡ് ലുക്സ് നോക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു ക്യാൻ സീ കണ്ടോ ഇതൊരു ഏലിയൻ ടൈപ്പ്, ഒരു ഔട്ട് ഓഫ് ദ വേൾഡ്, ഇതൊരു നമ്മൾ കാണാത്ത ഒറ്റ അടിക്ക് തന്നെ പറയാൻ പറ്റും ഇതൊരു നത്തിങ് ഫോൺ 3A Pro ആ രീതിയിലുള്ള ക്യാമറ. ജസ്റ്റ് ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിസൈൻ. സോ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ചും കൂടെ നമ്മുടെ നത്തിങ് ഫോൺ 3A Proയുടെ യൂണീക്നെസ്സും ആ കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ ഒബ്വിയസ്ലി ഗ്ലിഫ് ഇൻ്റർഫേസ്. സോ അതിനകത്ത് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് പറയാൻ മിസ്സായപ്പോൾ ഇവിടെ എസെൻഷ്യൽ കീ എന്ന് പറഞ്ഞ സമയത്ത് ദാറ്റ് മീൻസ് ഇതിനകത്ത് ഞാൻ ക്യാമറ എടുത്തു എന്നിട്ട് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ പറയണേ ആഡ് എ നോട്ട് എന്നുണ്ട്. This is the photo of the iQOO Neo 10R and the color is Moonlight. I'm looking forward to buy this phone later on. So save this memo. Thank you. സോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഐറ്റം സേവ് ചെയ്തു. ഇനി ഇത് ഞാൻ ആക്സസ് ചെയ്യാൻ പോവാണ്. സോ സ്പേസ് എന്നുള്ള സാധനം എന്താണ് കിടക്കുക, എസെൻഷ്യൽ സ്പേസ്, കണ്ടിന്യൂ, മേ ബി ലേറ്റ്, ടാപ്പ് ചെയ്തു, പ്രോസസ്സിങ് കണ്ടന്റ്, വി വിൽ നോട്ടിഫൈ യു വെൻ ഇറ്റ്സ് റെഡി. അതൊന്ന് റെഡി ആവട്ടെ, ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു ഇത്. വേണമെങ്കിൽ പ്ലേ ഓഡിയോ എടുക്കാം കേട്ടോ. ഇത് കണ്ടോ നമ്മൾ ആ പറഞ്ഞ സാധനം പക്കയായിട്ട് എടുത്തോണ്ട്. സോ നമ്മൾ എപ്പോഴെങ്കിലും ഈ ഒരു മൊമെൻ്റ് സമയത്ത് തന്നെ സംഭവം നമ്മൾ ആ വോയിസ് മെമ്മോ അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്റ്റ് ഇത് ജസ്റ്റ് വൺ അമംഗ് സിനിമ. ഇതിനകത്ത് ലോട്ട് ഓഫ് സംഭവങ്ങൾ ഇത് കൂടാണ്ട് ഞാൻ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കാൻ വേണ്ടി കുറേ സാധനത്തിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ വേറെ ലാംഗ്വേജ് ആയിട്ടുള്ള കൺവേർഷൻ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. സോ ഒരു റിയലി നൈസ് മൂവ്. ഇത് ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ,
ഓക്കെ. സോ നമ്മുടെ സാംസങ്ങിനകത്തൊക്കെ ഇത് ഓൾറെഡി ഉണ്ട് വേറൊരു രീതിയിൽ. പക്ഷേ ഈ ഒരു രീതിയിലുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് ഇത് കൂടാണ്ട് തന്നെ പല പല ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾസോ നൈസ്. ആൻഡ് നെക്സ്റ്റ് ഒരു മിസ് ഔട്ടായ കാര്യം നമ്മുടെ ഗ്ലിഫ് ഇൻ്റർഫേസ്. സോ ഇതാണ് ഗ്ലിഫ് ഇൻ്റർഫേസ്. സോ യു ക്യാൻ സി ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഇതാണ് ബേസിക് ലൈറ്റ്, ഇതാണ് മാക്സിമം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ റിംഗ് ടോൺസ്. സോ 2 സെറ്റ് ഓഫ് ഉണ്ട്, നത്തിങ് സിഗ്നൽസ് ഉണ്ട്, നത്തിങ് മെഷീൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട്, ഇതൊക്കെ പണ്ടത്തെ സാധനങ്ങളാണ് കേട്ടോ. അടുത്തത് 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 ഓക്കെ, ഇത്രയാണ് നമ്മൾ നത്തിങ് സിഗ്നൽസിനകത്തുള്ളത്. പിന്നെ നത്തിങ് മെഷീൻസിനകത്തൊരു 10 ഉണ്ട്. അടുത്തത് 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 ഓക്കെ, ഇത്ര സാധനമാണ് നമ്മുടെ നത്തിങ് മെഷീൻസിനകത്ത് ഉള്ളത്. ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നോട്ടിഫിക്കേഷൻസിൽ ഇതേപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ മെഷീൻ സൗണ്ട്സിനകത്ത് യാ. സോ പിന്നെ അത് മാത്രമല്ല നമുക്ക് മൈ സൗണ്ട്സ്, നമുക്ക് സൗണ്ട് കമ്പോസ് ചെയ്യാൻ പറ്റും. ദറ്റ് മീൻസ് ഇവരുടെ ഒരു ഗ്ലിഫ് കമ്പോസർ ആപ്പ് വെച്ചിട്ട് നമുക്ക് സൗണ്ട് വേറെ പുതിയ രീതിയിലുള്ള സൗണ്ട് നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ ഡ്രമ്മൊക്കെ അടിച്ച പോലത്തെ രീതിയിൽ കമ്പോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്ലിഫ് ടൈമർ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ടൈമർ ഒരു വാട്ട് വി കോൾ ഒരു 10 സെക്കൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഞാൻ സെറ്റിങ്സ് ഗ്ലിഫ് ടൈമർ എന്നിട്ടതേ ഇപ്പം ഗ്ലിഫ് ടൈമർ വെച്ചു 5 സെക്കൻഡ്. ഈ ടൈമർ ഇത് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ആണ് ഈ ഒരു പാൻ വെച്ചിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ടി എന്ന് പറഞ്ഞാൽ മൊത്തം അടി അങ്ങനത്തെ സാധനമാണ് ഗ്ലിഫ് ടൈമർ. കണ്ടോ ബാക്ക് ഗ്രൗണ്ട് വന്നുകൊണ്ടിരിക്കേണ്ട ജസ്റ്റ് പ്ലേ ആയിക്കോട്ടെ. ആൻഡ് നെക്സ്റ്റ് ഫ്ലിപ്പ് ടു ഗ്ലിഫ്, ദാറ്റ് മീൻസ് നമ്മുടെ സൈലൻ്റ് ആക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ കമത്തി വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലിപ്പ് ടു ഗ്ലിഫ് ആവും. സോ കോൾസ് മ്യൂട്ട് ആവും, ജസ്റ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ലൈറ്റ്. പിന്നെ ഇതാണ് ഗ്ലിഫ് കമ്പോസർ. കണ്ടോ ഈ ഒരു ഗ്ലിഫ് കമ്പോസർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഞാൻ ജസ്റ്റ് അതിങ്ങനെ കാണിച്ചു തരാം. ഗ്ലിഫ് പ്രോഗ്രസ്, ദാറ്റ് മീൻസ് സപ്പോർട്ടഡ് ആപ്സ് ആയിട്ടുള്ള യൂബർ, സൊമാറ്റോ. ഇപ്പോൾ നമ്മളൊരു ഓർഡർ ചെയ്തു, ആ ഓർഡർ കറക്റ്റ് എത്താറാകുമ്പോൾ അനുസരിച്ച് ഇതിങ്ങനെ കുറഞ്ഞ് എത്താറാകുമ്പോൾ ടി തന്നെ അങ്ങനത്തെ സാധനങ്ങൾ. അത് സപ്പോർട്ടഡ് ആപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. കമ്പോസർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഗെറ്റ് സ്റ്റാർട്ടഡ്. പല പല ടോൺസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഏത് ടോണാണ് വേണ്ടത്. ഫാൻറ്റസി വേണമെങ്കിൽ അതൊരു മോഡായിരിക്കും കേട്ടോ, അത് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇനി അടുത്ത മോഡ് എഫ് എം ആണെങ്കിൽ എഫ് എം അല്ലാണ്ട് അടുത്തത് സാംഫ. എഫ് എം ഒന്നുകൂടെ കേൾപ്പിച്ചുതരാം. ഇനി അടുത്തത് 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 ഇങ്ങനത്തെ രീതിയിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ലെറ്റ്സ് സീ എത്ര സെക്കൻഡ് ഉണ്ട്, ഇനി 2 മിനിറ്റ് ഉണ്ട്. കണ്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതാണ് സംഭവം. കണ്ടോ 5 മിനിറ്റ് നമ്മൾ ആ സെറ്റ് ചെയ്യേണ്ട ക്ലിഫ് ടൈമർ ടൈം ഈസ് അപ്പ്. മിസ്സായിപ്പോയ സംഭവം നമ്മുടെ വോളിയം ഇൻഡിക്കേറ്റർ കൂട്ടുമ്പോൾ കണ്ടോ, വോളിയം ഇൻഡിക്കേറ്റർ കുറച്ചു കൂട്ടി, അതനുസരിച്ച് കൂടുക കുറയണം കേട്ടോ. ഓക്കെ,
ആൻഡ് നെക്സ്റ്റ് നമ്മുടെ മ്യൂസിക് വിഷ്വലൈസേഷൻ ഓൺ ആണ്. സോ ഞാൻ ഇപ്പോൾ ഒരു പാട്ട് തേർഡ് പാർട്ടി ആപ്പ് വെച്ചിട്ട് പാട്ട് വയ്ക്കാം. സോ അതൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ നമുക്കിതിനകത്ത് കിട്ടുന്നത്. ആൻഡ് ഇതിനകത്ത് ഗെയിം മോഡുണ്ടല്ലോ, ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഗെയിം മോഡ്. ഓക്കെ, സോ ജസ്റ്റ് ക്വിക്കായിട്ട് ഇതിൻ്റെ ഗെയിം മോഡ് ഒന്ന് കാണിച്ചു തരാം. സോ ഗെയിം മോഡ് ടേണിങ് ഓൺ ആണോ, എന്തോരം സാധനം ചെയ്തേ. പെർഫോമൻസ് മോഡ്, അതിനകത്ത് മാക്സിമം നമുക്ക് മോൺസ്റ്റർ മോഡാക്കാൻ പറ്റും. സ്ക്രീൻ റിഫ്രഷ് റേറ്റ്, സ്മാർട്ട് സ്വിച്ച്, സ്റ്റാൻഡേർഡ്, ഹൈ, അതിൻ്റെ മോഡ്സ് ഉണ്ട്. പിന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ലോ ഹൈ ആക്കാനുള്ള മോഷൻസ് മോഡ്സ്. പിന്നെ അത് ഗെയിം ടൂൾസിനകത്ത് മിസ് ടച്ച് പ്രിവെൻഷൻ അത് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കോൾസ്, ബ്ലോക്ക് നോട്ടിഫിക്കേഷൻസ്, വ്യൂ എൻഹാൻസ്മെൻറ്റ് കൂട്ടാനുള്ള ഓപ്ഷൻ, ബ്രൈറ്റ്നസ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, ഐ പ്രൊട്ടക്ഷനുള്ള ഓപ്ഷൻ, ഗെയിമിങ്ങിൽ ഐ പ്രൊട്ടക്ഷൻ വിച്ച് ഈസ് റിയലി നൈസ്. ആൻഡ് ദേ ഓഫ് സ്ക്രീൻ പ്ലേ, പിന്നെ ദേ നമ്മുടെ ഡയറക്റ്റ് ഡ്രൈവ് പവർ സപ്ലൈ. ദാറ്റ് മീൻസ് നമ്മുടെ ബൈപ്പാസ് ചാർജിങ് ആണ്. ദാറ്റ് മീൻസ് ഫോൺ കുത്തിയിടുമ്പോൾ ആ ചാർജ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്ത് ഫോൺ ചൂടാവാണ്ടിരിക്കുകയാണ് സംഭവം. ഓക്കെ, സോ ഇത്രയും സംഭവമാണ്. സോ ഫൈനൽ ഫണ്ടിക്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ ഇൻ ദ ക്യാമറാസ് ഡയറക്ട്ലി നത്തിങ് ഫോൺ 3A Pro എടുത്തോ, ഡെഫിനറ്റ്ലി വർത്ത് ഔട്ട് തന്നെ കിട്ടും. ആൻഡ് ഇഫ് യു ആർ ഇൻ ടു ഗെയിമിംഗ്, നോ ഡൗട്ട് IQ Neo 10R ഒരു ഗ്രേറ്റ് ഓപ്ഷനാണ്. ആൻഡ് ക്യാമറാസിൽ നിങ്ങൾ അധികം സാക്രിഫൈസ് ചെയ്യേണ്ടി വരില്ല. ചില കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ച ആ പോർട്രേറ്റ് ഫോട്ടോസിലുള്ള ആ ഒരു കൂടുതൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ആ ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ മിസ് ഔട്ട്, പിന്നെ വീഡിയോസിനകത്തുള്ള ആ ചെറിയ സൂം ചെയ്യാനുള്ള മിസ് ഔട്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ദെൻ യു കുഡ് ഡെഫിനറ്റ്ലി പിക്ക് ദ IQ Neo 10R. That was it regarding the comparison between the IQ Neo 10R versus the Nothing Phone 3A Pro. So guys, that's it for today. Signing off, it's Phone Mania.